കഴിഞ്ഞ രാത്രി വേളയിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് അങ്ങേ ആരാധിപ്പൻ്റെ അവസരം നൽകി. ഈ പ്രഭാതത്തിൽ അവിടുത്തെ മുഖത്തേക്ക് നോക്കുവാൻ ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടി വന്ന് അങ്ങയുടെ മഹത്വത്തെ വർണ്ണിപ്പാൻ, അങ്ങേ ആരാധിപ്പാൻ, അങ്ങേ സ്തുതിപ്പാൻ തൊക്കെ ഞങ്ങൾക്ക് അവസരം നൽകിയിരിക്കുക. സ്തോത്രം. പ്രിയ പിതാവേ, ഇന്ന് രാവിലെ ഞങ്ങളുടെ സന്നിധാനത്തിൽ ഞങ്ങൾ കടന്നു വന്നിരിക്കുന്നത് അവിടുത്തെ നാമത്തിന് മഹത്വമായി നിങ്ങൾക്ക് അനുഗ്രഹമായി വിടുതലായി തീരുവാൻ കർത്താവേ അവിടുന്ന് കൃപ ചെയ്യണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ സന്നിധിയിലെ സന്തോഷം ഞങ്ങളുടെ ബലമാണല്ലോ. ഈ രാവിലെ സമയം കർത്താവേ, ഹല്ലേലൂയ, ഞങ്ങൾ സന്തോഷിച്ച് ആനന്ദിച്ച് കർത്താവേ അങ്ങേക്ക് മഹത്വം കരേറ്റുവാൻ, ഞങ്ങൾ ബലവും ശക്തിയും പ്രാപിപ്പാൻ ദൈവം ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽവേള അഭിഷേകത്തിന്റെ ശക്തിയാൽ ഞങ്ങൾ നിറയപ്പെടുവാൻ, ആത്മാവിന്റെ നിറവിനാൽ ഞങ്ങൾ നിറയപ്പെടുവാൻ, ദൈവിക വിടുതലും അനുഗ്രഹങ്ങളും പ്രാപിപ്പാൻ, ദൈവിക നന്മകൾ പ്രാപിപ്പാൻ എന്റെ കർത്താവ് കൃപ ചെയ്യണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നപ്പാ. അവിടുത്തെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. അനുഗ്രഹങ്ങളാൽ നന്മകളാൽ നിറച്ച് ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ നാമത്തിന്റെ മഹത്വം ഞങ്ങൾ വെളിപ്പെടുകയാക്കും. ഉച്ചമായി തൃക്കരങ്ങൾ ഏൽപ്പിക്കുന്നു. കൂട്ടിവരുത്തിയ എല്ലാ ദൈവമക്കൾക്കായി സ്തോത്രം. ആളാം പ്രതി എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകണമേ. കടന്നു വന്ന ജീവിതത്തിൽ വിടുതലാക്കി തീർക്കണം. അഴിമതിയായിരിക്കുന്നവരെ സൂക്ഷിക്കണം. വാഹനങ്ങളെ നിയന്ത്രിച്ചുള്ള എല്ലാവരും ക്ഷേമത്തോടെ കടന്നു വന്ന് കർത്താവെ ഞങ്ങൾക്ക് ഒരുമിച്ച് ആത്മനിറവിൽ ആരാധിപ്പാൻ ഇന്ന് പകൽവേള അവിടുന്ന് കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആരും ഉദാസീനതരായി അലസരായി ഭവനങ്ങളായിരിക്കും അനുവദിക്കരുത്. ഓരോ ഹൃദയങ്ങളോടും ദൈവയുടെ സംസാരിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. തൃക്കരങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവേ, നേതൃത്വം നൽകുന്ന ഞങ്ങളുടെ പ്രിയ സഹോദരങ്ങൾക്കായി സ്തോത്രം. പരിശുദ്ധാത്മ നിറവിൽ കർത്താവേ പാടി ആരാധിപ്പാൻ ചേർന്നങ്ങി മഹത്വപ്പെടുത്തുവാൻ അടിങ്ങൾക്ക് കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ വിലയേറിയ മേശങ്ങളുടെ മധ്യം കൊണ്ട് വളരെ പ്രാഗൽഭ്യത്തോട് കൂടുതൽ പങ്കുകാരായി തീരുവാൻ ദൈവം കൃപ നൽകണമേ. കർത്താവിന്റെ ശക്തിയാൽ ഞങ്ങളെ നിറയ്ക്കണമേ, ഞങ്ങളെ ശുദ്ധീകരിക്കണമേ, ഞങ്ങളെ കഴുകണമേ. കർത്താവേ, ഈ മേശയിൽ സംബന്ധിച്ച് ഞങ്ങൾ ആരും കുറ്റത്തിന് ശിക്ഷാപതിക്കും കാരണക്കാരായി തീരാതെ വേണം. ദൈവിക വിടുതൽ അനുഭവി സന്തോഷത്തോടെ അനുഗ്രഹത്തോടെ മടങ്ങിപ്പോൻ ഞങ്ങളെ സഹായിക്കും. തിരുനാമം ഞങ്ങളുടെ മഹത്വം എടുക്കും. പ്രാർത്ഥനയാതൻ കടനായി സ്തോത്രം. തൃക്കരങ്ങളെ ഏൽപ്പിക്കുന്നു, ബലപ്പെടുത്തും. ക്രിസ്തുയേശുവിൻ ധന്യമുള്ള നാമത്തിൽ സ്വർഗീയ പിതാവേ. നമുക്കെല്ലാവർക്കും കൂടെ ചേർന്ന് സ്തോത്രഗീതം പാടി നമ്മുടെ കർത്താവിനെ ആരാധിക്കാമല്ലോ. എൻ്റെ ഉള്ളമേ സ്തുതിക്കാൻ നീ പരനെ നന്മകൾക്കായി സ്തുതിക്കാമെന്നുള്ള പാട്ട് ചേർന്ന് പാടി നമ്മുടെ കർത്താവിനെ ആരാധിക്കാൻ. ദൈവം ചെയ്ത ഈ ഒരാഴ്ചക്കാലം മുഴുവൻ ദൈവം ചെയ്ത എല്ലാ നന്മകൾ ഓർത്ത്, വിടുതലുകൾ ഓർത്ത് നന്ദിയോടെ നമ്മുടെ ദൈവത്തെ പാടി ആരാധിപ്പാനിടയായി തീരട്ടെ. നമുക്ക് ഒരുമിച്ച് കരങ്ങളെ അടിച്ച് പാടി ദൈവത്തെ മുഖത്തുപെടുത്താം. Loma
ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രാർത്ഥനയ്ക്കായി നമ്മുടെ തലകൾ ദിവസത്തിൽ വണക്കാമല്ലോ. ഈ അനുഗ്രഹിക്കപ്പെട്ട ആ പ്രഭാതവേളയിൽ കർത്തൃപാദാന്തികയെ നമുക്ക് ഒരുമിച്ച് കൂടി വന്ന് നമ്മുടെ ദൈവത്തെ സ്തുതിപ്പാൻ, മഹത്വപ്പെടുത്തുവാൻ, ആരാധിപ്പാൻ സർവശക്തനായ ദൈവം നമുക്ക് അവസരം ഒരുക്കി തന്നു. കഴിഞ്ഞ രാത്രിവേള നമ്മൾ ഒരുമിച്ച് കൂടി വന്നു. ഭവനങ്ങളിലേക്ക് മടങ്ങിപ്പോയി ക്ഷേമത്തോടെ ഭവനങ്ങളിൽ എത്തിച്ചേരുവാൻ, രാത്രിവേള വിശ്രമിച്ച് ഈ പ്രഭാതത്തിൽ ഉണർന്ന ദൈവത്തെ സ്തുതിപ്പാൻ കടന്നു വന്ന് ഒരുമിച്ച് ദൈവത്തെ ആരാധിപ്പാൻ ദൈവം നമുക്ക് സാവകാശം ഒരുക്കി തന്നല്ലോ. ഈ ആഴ്ചയുടെ കഴിഞ്ഞ ദൈവം നമ്മെ ഭദ്രമായി സൂക്ഷിച്ചു. അനർത്ഥങ്ങൾ, അപകടങ്ങൾ, ദോഷങ്ങൾ, ഭാരങ്ങളും ഒക്കെ വിടുവിച്ച് ക്ഷേമത്തോടെ ദൈവത്തിന്റെ പാദപീഠത്തിൽ കടന്നു വന്ന് ദൈവത്തെ ആരാധിപ്പാൻ, പ്രഭാതത്തിൽ ദൈവം നമുക്ക് കണ്ട് സന്തോഷിപ്പാൻ ദൈവമായി കർത്താവ് നമുക്ക് അവസരം ഒരുക്കി തന്നിരിക്കുന്നല്ലോ. ഇന്ന് ഈ പ്രഭാതവേളയിലെ ആരാധന ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ, കടന്നു നമുക്ക് ഏവർക്കും അനുഗ്രഹം വിടുതലുമായി തീരുവാൻ, ദൈവനാമത്തിന് മഹത്വവും പുകഴ്ചയുമായി തീരുവാൻ ദൈവകരങ്ങളെ ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാമല്ലോ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരുതലങ്ങളൊക്കെ ദൈവം നമ്മെ നടത്തിയ വിധങ്ങളെ ഓർത്ത് നന്ദിയുള്ളവരായി നമ്മുടെ ദൈവത്തെ സ്തുതിപ്പാൻ, നന്ദിയുള്ളവരായി നമ്മുടെ ദൈവത്തെ ആരാധിപ്പാൻ ഇടയായി തീരട്ടെ. ഹോ, എനിക്ക് ചെയ്ത സകല നന്മകൾക്കും ഞാൻ അവന് എന്തു പകരം കൊടുക്കും? രക്ഷയുടെ പാനപാത്രം എടുത്ത് യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കും. ദൈവം ചെയ്ത സകല നന്മകൾക്കും ഉപകാരങ്ങൾക്കും ദൈവത്തിന്റെ നാമത്തിന് നന്ദി അർപ്പിപ്പാൻ ഇന്ന് പ്രഭാതവേള നമുക്കിടയായി തീരട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നാം കടന്നു വന്ന നിമിത്തം ദൈവനാമം മഹത്വമെടുക്കടയാകേണ്ടത് ദൈവകരങ്ങളിൽ സമർപ്പിച്ച് ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആത്മാവിൽ പാടുവാൻ ദൈവം നമ്മെ ബലപ്പെടുത്തി ആത്മാവിൽ പ്രാർത്ഥിപ്പാൻ ശക്തീകരിക്കേണ്ടതിനായി തുടർന്നും പാടി ആത്മാവിൽ ദൈവത്തെ ആരാധിപ്പാൻ, ദൈവകൃപ നാം അനുഭവിച്ചറിയുവാൻ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷകൾ ഇന്ന് പ്രഭാതത്തിൽ ദൈവം നമുക്ക് നൽകി നമ്മെ സഹായിച്ച് അനുഗ്രഹിക്കേണ്ടതിനായി, സന്തോഷത്തോടെ നമ്മെ ദൈവം മടക്കി അയക്കേണ്ടതിനായി വിവരങ്ങളിൽ സമർപ്പിച്ച് ഏൽപ്പിച്ചു കൊടുത്ത് നാം ഒരുമിച്ച് പ്രാർത്ഥിക്കുക. കർത്താവിന്റെ മേശ നമ്മുടെ മധ്യമുണ്ട്. വളരെ പ്രാഗൽഭ്യത്തോട് പങ്കുകാരായി തീരുവാൻ കർത്താവ് നമ്മെ ബലപ്പെടുത്താൻ ശക്തീകരിക്കേണ്ടതിനായി ദൈവത്തിന്റെ കരങ്ങൾ ഏൽപ്പിച്ചുള്ള ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സഹോദരന്മാരിൽ ഒരാൾക്ക് ശബ്ദം ഉയർത്തി പ്രാർത്ഥിക്കാമല്ലോ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പരിശുദ്ധ പിതാവേ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു. കർത്താവേ, അങ്ങയുടെ എല്ലാ വിശ്വസുകൾക്കായി, അങ്ങയുടെ എല്ലാ ദയക്കായി, അങ്ങയുടെ എല്ലാ പരിപാലനങ്ങൾക്കായി കർത്താവേ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും ഞങ്ങൾ അങ്ങേ വാഴ്ത്തുകയും ചെയ്യുന്നു. കർത്താവേ, ഈ പ്രഭാതത്തിൽ കർത്താവേ അങ്ങയുടെ സന്നിധിയിൽ വന്ന് കർത്താവേ അങ്ങേ സ്തുതിക്കുവാനും അങ്ങേ ആരാധിക്കുവാനും കർത്താവേ ഞങ്ങളുടെ ജീവിതത്തിൽ നന്മകളെ ഓർത്ത് നന്ദി സ്തുതിക്കാൻ സഹായിച്ച കർത്താവിൻ്റെ എല്ലാ നല്ല വിധങ്ങൾക്കായി സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. കർത്താവ്, കഴിഞ്ഞ ആഴ്ചകളിലെല്ലാം കർത്താവിൻ്റെ കൃപയും കർത്താവിൻ്റെ സാന്നിധ്യവും ഞങ്ങളുടെ മേലുണ്ടായിരുന്നല്ലോ. കർത്താവ്, ഞങ്ങളെ കണ്ണീരിൽ നിന്നും കാലിനെ വീഴ്ചയിൽ നിന്നും പ്രാണനെ മരണത്തിൽ കർത്താവ് വിടിവിച്ച് കർത്താവ് ഈ പട്ടണത്തിൽ ഞങ്ങൾ ജയത്തോടെ നടത്തിയ അങ്ങയുടെ എല്ലാ കൃപകൾക്കായി വിശ്വസ്തകൾക്കായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും ഞങ്ങൾ അങ്ങേ വാഴ്ത്തുകയും ചെയ്യുന്നു. കർത്താവ്, ഞങ്ങളൊന്നും യോഗ്യതയല്ല കർത്താവ്, എങ്കിലും അങ്ങയുടെ സ്നേഹം, അങ്ങയുടെ കരുതൽ കർത്താവ് ഞങ്ങളെ നടത്തിയതിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും ഞങ്ങൾ അങ്ങേ വാഴ്ത്തുകയും ചെയ്യുന്നു. കർത്താവേ, അങ്ങ് ഞങ്ങളുടെ സംഗതവും ബലവും കോട്ടയും കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്തുണയായിരിക്കാൽ കർത്താവ് ഞങ്ങൾ അങ്ങേ രാവിലെ സ്തുതിക്കുന്ന കർത്താവ് ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു. കർത്താവ്, ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ഉപകാരങ്ങൾക്കായി നന്മകൾക്കായി കർത്താവ് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും ഞങ്ങൾ അങ്ങേ വാഴ്ത്തുകയും ചെയ്യുന്നു. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ കുറവുകൾ, അവിശ്വസ്തകൾ, പോരായ്മകൾ, നന്ദികളിൽ ഞങ്ങൾ ക്ഷമിക്കണമേ. കർത്താവേ, പുത്രന്റെ ചോരയായി ഞങ്ങളെ കഴുകുകയും ഞങ്ങളെ ശുദ്ധീകരിക്കുകയും ഞങ്ങളെ വെടിപ്പാക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, പ്രഭാതത്തിൽ കടത്തുന്ന കർത്താവെ അങ്ങേ സ്തുതിക്കുവാൻ കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത ഉപകാരങ്ങളെ ഓർത്ത് കർത്താവേ അങ്ങേ പുകഴ്ത്തുവാൻ സഹായിച്ച ഞങ്ങളുടെ എല്ലാ വിധങ്ങൾക്കായി സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. കർത്താവേ, ഞങ്ങളുടെ ആരാധന കർത്താവ് ഏറ്റുമാനമാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങൾ കടന്നു ജനത്തെ സഹായിക്കണമേ, ആവശ്യമായ ദൈവകർത്താവ് മേൽ പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവേ, കർത്താവെ, അവരെ ഏതൊക്കെ വിഷയങ്ങളുമായി ആവശ്യങ്ങളുമായി ഞങ്ങളുടെ സന്നിധിയിലാക്കുന്നു. കർത്താവെ, അങ്ങയുടെ കരം അവരുടെ വിഷയങ്ങളുടെ മേൽ നീട്ടി കർത്താവ് ജനത്തെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ചെറുതും വലുതുമായ എല്ലാ ആവശ്യങ്ങളിലും കർത്താവിന്റെ കരം നീട്ടണമേ. കർത്താവെ, ശാരീരികമായ രോഗത്താൽ ദുഃഖത്താൽ ഭാരപ്പെടുന്നുണ്ട് കർത്താവെ, ആരോടും പറയാൻ കഴിയാതെ വേണം കർത്താവെ, മാനസികമായി ഭാരപ്പെടുന്ന വിഷയങ്ങളുണ്ട് കർത്താവെ, എല്ലാത്തിനും മേലും കർത്താവിന്റെ കരം നീട്ടി ജനത്തെ കർത്താവ് വിടുവിക്കുകയും സഹായിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. കർത്താവെ, അങ്ങയുടെ സാന്നിധ്യം എല്ലാവരുടെ മേലും പകരണമേ
എന്ന് പ്രാർത്ഥിക്കുന്നു പിതാവേ. ജയത്തോടെ നടത്തിക്കാട്ട് പിതാവേ. ഈ ആരാധന കർത്താവേ ഞങ്ങളുടെ എല്ലാ ജീവിതത്തിൽ കർത്താവേ വലിയ അനുഗ്രഹവും വലിയ വിടുതലും തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പിതാവേ. പാടുവാൻ ഞങ്ങളെ സഹായിച്ചല്ലോ കർത്താവേ. പ്രാർത്ഥന ഞങ്ങളെ ബലപ്പെടുത്തിക്കൊണ്ടിരുന്ന സങ്കീർത്തനങ്ങളെ നല്ല സാക്ഷ്യങ്ങളെ ഹാലിൽ നൽകി തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. നല്ല വചനങ്ങൾ നൽകി തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പിതാവേ. അങ്ങയുടെ ദാസനെ അതിനു വേണ്ടി ഉപയോഗിക്കണമേ. ശക്തമായി ഉപയോഗിച്ചിട്ട് കർത്താവേ ഞങ്ങൾക്ക് ആവശ്യമായ ദൈവിക ആലോചന നൽകി തരുവാൻ കർത്താവ് അങ്ങയുടെ ദാസനെ കർത്താവ് ഫൽക്കാലവും കർത്താവ് എടുത്തു ഉപയോഗിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ക്രൂശിന്റെ മറൽ നിർത്തിക്കാട്ടെ കർത്താവേ. അതിലുപരിയായി കർത്താവേ അങ്ങയുടെ മേശയിൽ നിന്നാവേ അവിശുദ്ധിയോടും വേർപാടും ഭക്ഷിക്കുവാനും പാനം ചെയ്യുവാനും കർത്താവ് ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിലെ അശുദ്ധിയെല്ലാം മാറ്റി കർത്താവേ ഹാൽ വിശുദ്ധിയോടെ കർത്താവിൽ കൈ നീട്ടുവാൻ കർത്താവ് സഹായിച്ചാട്ടെന്ന് പ്രാർത്ഥിക്കുന്നു പിതാവേ. ആദ്യോടെ അവസാനം കർത്താവ് കൃപയും സാന്ത്വണ്ടാകണമേ. കർത്താവ് പരിശുദ്ധാത്മാവിനെ നിറച്ചാട്ടെന്ന് പ്രാർത്ഥിക്കുന്നു പിതാവേ. ജയത്തോടെ നടത്തിക്കാട്ടെ താവേ. സഭയാം കുടുംബങ്ങളെല്ലാം ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു സഹായിക്കണമേ. എല്ലാവരെയും ആവശ്യമേൽ ആഗ്രഹമിൽ കർത്താവിന്റെ കരം നീട്ടിക്കാട്ടെന്ന് പ്രാർത്ഥിക്കുന്നു പിതാവേ. താഴ്ത്തി ഏൽപ്പിക്കട്ടെ. പ്രാർത്ഥന കേട്ടിക്കാൽ സ്തോത്രം യേശുക്രിസ്തുനാമം തന്നെ. ആമേൻ. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് 146 സങ്കീർത്തനം വാക്യപ്രതിവാക്യമായി പാടി നമ്മുടെ കർത്താവിനെ മഹത്വപ്പെടുത്താം. സാംസ് 146. യഹോവേ സ്തുതിപ്പീൻ, എൻ മനമേ യഹോവേ സ്തുതിക്കാം. ജീവനുള്ളൊന്നും ഞാൻ യഹോവയെ സ്തുതിക്കും. ഞാനുള്ള കാലത്തോളം ദൈവത്തിന് കീർത്തനം ചെയ്യും. നിങ്ങൾ പ്രഭുക്കന്മാരിൽ ആശ്രയിക്കരുത്, സഹായിക്കുവാൻ കഴിയാത്ത മനുഷ്യപുത്രരിലും അരുത്. അവന്റെ ശ്വാസം പോകുന്നു, മണ്ണിലേക്ക് തിരിഞ്ഞു, അന്ന് തന്നെ അവന്റെ ജീവൻ നശിക്കുന്നു. യാക്കോബിന്റെ ദൈവം സഹായമായി, തന്റെ ദൈവമായ യഹോവയിൽ പ്രത്യാശയുള്ളവൻ ഭാഗ്യവാൻ. അവൻ ആകാശത്തെ ഭൂമി ഉണ്ടാക്കി, അവർ സകലവും ഉണ്ടാക്കി, വിശ്വസ്തത കാക്കുന്നു. പീഡിതന്മാർക്ക് അവൻ ന്യായം പാലിച്ചു കൊടുക്കുന്നു, വിശപ്പുള്ളവർക്ക് അവൻ ആഹാരം നൽകുന്നു. യഹോവ ബദ്ധന്മാരെ അഴിച്ചു വിടുന്നു. യഹോവ ക്രൂരന്മാർക്ക് കാഴ്ച കൊടുക്കുന്നു, യഹോവ കുനിഞ്ഞിരിക്കുന്നവരെ നിവർത്തുന്നു. യഹോവ നീതിമാന്മാരെ സ്നേഹിക്കുന്നു. യഹോവ പരദേശികളെ പരിപാലിക്കുന്നു, അവൻ അനാഥനെയും വിധവയെയും സംരക്ഷണം ചെയ്യുന്നു. എന്നാൽ ദുഷ്ടന്മാരുടെ വഴി അവൻ മറിച്ച് കളയുന്നു. സിയോനോളം തന്നെ ഹോവേ സ്തുതിപ്പേൻ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യാക്കോബിന്റെ ദൈവം സഹായമായി, തന്റെ ദൈവമായ യഹോവയിൽ പ്രത്യാശയുള്ളവൻ ഭാഗ്യവാൻ. സ്തോത്രം സ്തോത്രം. കഴിഞ്ഞ നാളുകളിൽ യഹോവയിൽ പ്രത്യാശ വെപ്പാൻ ദൈവമായ കർത്താവ് നമുക്ക് സഹായിച്ചു. യഹോവ നമ്മുടെ സഹായമായിരുന്നു. നമ്മുടെ പ്രതിസന്ധികളും ഭാരങ്ങളും വേദനകളും അതെല്ലാം അകറ്റി സമാധാനവും സന്തോഷവും പ്രത്യാശയും ജീവിതത്തിൽ വർദ്ധിപ്പിച്ചു നൽകി. ഇന്നയോളം ദൈവം നമ്മെ സഹായിച്ചല്ലോ, ഇത്രത്തോളം ദൈവം നമ്മെ കൊണ്ടുവന്നല്ലോ. ഹല്ലേലൂയ. ജീവനുള്ള എന്ന് ഞാൻ യഹോവയ്ക്ക് പാടുമെന്ന് പറയുവാൻ, ഞാനുള്ളിടത്തോളം എന്റെ ദൈവത്തിന് കീർത്തന ചെയ്യും. ദൈവത്തിന് പാടുവാൻ, ദൈവത്തിന് മഹത്വം അർപ്പിപ്പാൻ നമുക്കിടയായി തീരട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. ദൈവകരങ്ങളെ ഏൽപ്പിച്ച് നമുക്കൊരുമിച്ച് ഹല്ലേലൂയ പ്രാർത്ഥനയോടെ ദൈവത്തെ പാടി ആരാധിക്കാമല്ലോ. ഉയിരോടെ എഴുന്നവരെ എന്ന തമിഴ് ഗാനം നമുക്കൊരുമിച്ച് ചേർന്ന് പാടി നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഉയിരോടെ എഴുന്നവരേ
നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസവും നമുക്ക് ജയം നൽകി നമ്മെ നടത്തുന്ന ദൈവം എത്ര വലിയവനാണ്. ആ ദൈവത്തിന് എത്ര സ്തോത്രം ചെയ്താലും എത്ര മഹത്വം അർപ്പിച്ചാലും ഹല്ലേലൂയ അത് മതിയാകയില്ല. ആ ദൈവത്തെ നന്ദിയോടെ പാടി ആരാധിക്കാമല്ലോ. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിന് സ്തോത്രം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം. ഇതുവരെ കരുണിയ രക്ഷകനു സ്തോത്രം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം. ഇതുവരെ കരുണിയ രക്ഷകനു സ്തോത്രം. ഇനിയും കൃപ തോന്നി കരുണിടണേ. ഇനിയും നടത്തണേ തിരുഹിതം പോ. ഇനിയും കൃപ തോന്നി കരുണിടണേ. നടത്തണേ തിരുഹിതം പോ. ഇന്നലല്ലതാ ദൈവം നമ്മെ നിർത്തിയതാ. നേടിയതല്ല ദൈവമെല്ലാം തന്നതല്ലേ. ഇന്നലല്ലതാ ദൈവം നമ്മെ നിർത്തിയതാ. നേടിയതല്ല ദൈവമെല്ലാം തന്നതല്ലേ. നടത്തിയ വിധങ്ങളെ ഓർത്തിടുമ്പോൾ നന്ദിയോടെ നാഥനു സ്തുതി പാടിടാം. നടത്തിയ വിധങ്ങളെ ഓർത്തിടുമ്പോൾ നന്ദിയോടെ നാഥനു സ്തുതി പാടിടാം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം. ഇതുവരെ കരുണിയ രക്ഷകനു സ്തോത്രം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം. ഇതുവരെ കരുണിയ രക്ഷകനു സ്തോത്രം. ഇനിയും കൃപ തോന്നി കരുണിടണേ. ഇനിയും നടത്തണേ ജീവിതം പോ. ഇനിയും കൃപ തോന്നി കരുണിടണേ. ഇനിയും നടത്തണേ ജീവിതം പോ. സാധ്യതകളോ അസ്തമിച്ചു പോയപ്പോ സോദരങ്ങളോ അകന്നു മാറിയപ്പോ. സാധ്യതകളോ അസ്തമിച്ചു പോയപ്പോ സോദരങ്ങളോ അകന്നു മാറിയപ്പോ. യേശുനാഥൻ സകലത്തിലും ജയം തന്നുവല്ലോ. വീണ്ടെടുത്ത യേശുനാഥൻ സകലത്തിലും ജയം തന്നുവല്ലോ. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം. ഇതുവരെ കരുണിയ രക്ഷകനു സ്തോത്രം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം. ഇതുവരെ കരുണിയ രക്ഷകനു സ്തോത്രം. ഇനിയും കൃപ തോന്നി കരുണിടണേ. ഇനിയും നടത്തണേ തിരുഹിതം പോ. ഇനിയും കൃപ തോന്നി കരുണിടണേ. ഇനിയും നടത്തണേ തിരുഹിതം പോ. ഉയർത്തില്ലെന്ന് ശത്രുഗണം വാദിക്കുമ്പോ തകർക്കുമെന്ന് പേരെയും മുഴങ്ങിടുമ്പോ. ഉയർത്തില്ലെന്ന് ശത്രുഗണം വാദിക്കുമ്പോ തകർക്കുമെന്ന് പേരെയും മുഴങ്ങിടുമ്പോ. പ്രവൃത്തിയിൽ വലിയവൻ യേശുനാഥൻ. കൃപ നൽകും ജയഘോഷം ഉയർത്തിടുവാൻ. പ്രവൃത്തിയിൽ വലിയവൻ യേശുനാഥൻ. കൃപ നൽകും
Glory to God, Jesus. Praise you, Lord. Praise you, Lord. Praise you, Lord.
പരിശുദ്ധ കർത്താവേ, നന്ദിയോടെ ഒരിക്കൽ കൂടെ ഞങ്ങൾക്ക് സ്തോത്രം ചെയ്യും. നിങ്ങളുടെ സന്നിധാനത്തിൽ കടന്നു വന്ന സമയം ഒരു നിമിഷം വരെ അവിടെ ഞങ്ങളെ അനുഗ്രഹിച്ച് പാടുവാൻ പ്രാർത്ഥിപ്പാനൊക്കെ കൃപ നൽകി. നല്ല സംഗീതത്തിന് ഭാഗം ഞങ്ങൾക്ക് നൽകിയ സ്തോത്രം. ഞങ്ങളോട് ഇടപെടണമേ, സംസാരിക്കണമേ, ഞങ്ങളുടെ ജീവിതത്തെ വലിയ വിടുതലാക്കി തീർക്കണം. ദൈവനാമത്തിന് മഹത്വം മുകഴ്ചമാക്കി തീർക്കണം, ശക്തീകരിക്കണം, ബലപ്പെടുത്തണം. ഗാനശുശ്രൂഷ നേതൃത്വം നൽകുവാൻ ഞങ്ങളുടെ പ്രിയ സഹോദരങ്ങളെ ബലപ്പെടുത്തിയല്ലോ. പിന്നെയും ആത്മനിറവിൽ നിറച്ച് എനിക്ക് വേണ്ടി പാടി ആരാധിപ്പാൻ ദൈവം കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കും. അവിടുത്തെ മേശയും അനുഗ്രഹമാക്കി തീർക്കും. കടന്നു ജനത്തെ അനുഗ്രഹിക്കും. തൃക്കരങ്ങൾ സമർപ്പിക്കും. ഇളനെയും സമർപ്പിക്കുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ. സ്വർഗീയ പിതാവേ, എല്ലാവർക്കും പ്രാർത്ഥനയുടെ ദിവസം ലഭിക്കാം. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കരങ്ങൾ ഉയർത്തി ശക്തമായ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തുവിന്റെ അതിപരിശുദ്ധമുള്ള നാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതവേളയിൽ മഹത്വപ്പെടുമാറാകട്ടെ. എന്ന് രാവിലെ സമയം ദൈവത്തിൻ്റെ പാദപീഠത്തിൽ ഒരുമിച്ച് കൂടി വന്ന് ദൈവത്തെ സ്തുതിപ്പാൻ, മഹത്വപ്പെടുത്തുവാൻ, ദൈവത്തെ ആരാധിപ്പാൻ കർത്താവ് ഒരുക്കിയ നല്ല അവസരത്തെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്ന യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല നാമത്തിൽ പ്രഭാത വന്ദനങ്ങളെ അറിയിക്കുന്നു. ദൈവപാദപീഠത്തിൽ ഒരിക്കൽ കൂടെ നമുക്ക് ലഭിച്ച സമയം ചിലവഴിപ്പാൻ, ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കി ദൈവത്തെ ആരാധിപ്പാൻ, പാടുവാൻ, പ്രാർത്ഥിപ്പാൻ കർത്താവ് അവസരങ്ങൾ ഒരുക്കിയത് ഓർത്ത് നന്ദിയോടെ സ്തോത്രം. ദൈവമായ കർത്താവ് നമ്മെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ, നമ്മിൽ ദൈവകൃപ പകർന്ന് നമ്മെ മാനിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ദൈവം നമ്മെ ഭദ്രമായി സൂക്ഷിച്ചു. ഇവിടെ നന്മകളും അനുഗ്രഹങ്ങളൊക്കെ നൽകി നമ്മെ വഴി നടത്തി. ദോഷങ്ങളുമൊക്കെ വിടിവിച്ച് ഉദ്ധരിച്ചു. കഴിഞ്ഞ രാത്രി വേളയിലെ കൂട്ടായ്മയിൽ നമുക്കൊരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവം കൃപ നൽകി. ശേഷമായി ഈ പ്രഭാതത്തിലും ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവം നമ്മെ സഹായിച്ചല്ലോ. വളരെ പ്രാർത്ഥനയോടെ ദൈവത്തിൻ്റെ പാദപീഠത്തിൽ നമുക്കായിരിക്കാം. ദൈവമായ കർത്താവ് നമ്മെ ഏവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. കഴിഞ്ഞ ആഴ്ചയുടെ ദിനങ്ങളിൽ ദൈവസന്നിധാനത്തിൽ ഒരുമിച്ച് കൂടി വിവിധ കൂട്ടായ്മകൾ ആചരിപ്പാൻ, തിരുവചനം പഠിക്കുവാൻ ഒക്കെ ദൈവം നമുക്ക് അവസരങ്ങൾ ഒരുക്കി. യൂത്ത് ഫെലോഷിപ്പിൻ്റെ നേതൃത്വത്തിൽ മീറ്റിങ്ങുകളൊക്കെ ക്രമീകരിക്കപ്പെട്ടുണ്ടായി. പ്രിയ കർത്താവിൻ്റെ ദാസനെ നമ്മുടെ മധ്യത്തെ ഉപയോഗിച്ചു. അനുഗ്രഹിക്കപ്പെട്ട കൂട്ടായ്മകൾ അനുഭവിപ്പാൻ, ദൈവത്തെ ആരാധിപ്പാനൊക്കെ ദൈവം അവസരം ഒരുക്കല്ലോ. തുടർന്നും നമ്മുടെ കൂടിവരവുകളൊക്കെ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട് വലിയ നന്മകൾ, വിടുതലുകൾ നമ്മുടെ ജീവിതത്തിൽ പ്രാപിച്ച് മുന്നേറുവാൻ കർത്താവ് നമ്മെ സഹായിക്കേണ്ടതിനായി വളരെ പ്രാർത്ഥനയോടെ ദൈവത്തിൻ്റെ പാദപീഠത്തിലായിരിക്കാം. കർത്താവ് നമ്മെ ഏവരെയും ധാരാളമായി ഈ രാവിലെ സമയം അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ പ്രിയ ഭവനങ്ങളിൽ ചില ഭവനങ്ങളൊക്കെ ദുഃഖ ഭവനങ്ങളായി ഇരിക്കുന്നു. ദൈവം അവരെയൊക്കെ ആശ്വസിപ്പിക്കേണ്ടതിനായിട്ട് ദൈവത്തോട് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാമല്ലോ. നമ്മുടെ പ്രിയ സഹോദരൻ ഷെബിയുടെ മാതാവ് കഴിഞ്ഞ ദിവസങ്ങളിൽ താൻ പ്രിയം വെച്ച കർത്തൃസന്നിധിയിൽ ചേർക്കപ്പെട്ടു. ഇന്ന് പകൽവേള ആ ഫ്യൂണറൽ സർവീസ് നടക്കുന്നു. ദൈവം ആ പ്രിയപ്പെട്ടവരെ ആശ്വസിപ്പിക്കേണ്ടതിനായി അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷകൾ നടക്കേണ്ടതിനായിട്ടും നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കപ്പെടുന്നത്. സാമ്പിൾ ഡേവിഡ് കഴിഞ്ഞ ദിവസങ്ങളിൽ താൻ പ്രിയം വെച്ച കർത്തൃസൻ ചേർക്കപ്പെട്ടു. ദുഃഖത്തിലായിരിക്കുന്ന ആ പ്രിയ ഭവനത്തെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാമല്ലോ. നമ്മുടെ പ്രിയപ്പെട്ട പലരും പലവിധമായ ശാരീരിക ക്ലേശങ്ങൾ കൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. ദൈവം അവരൊക്കെ സഹായിക്കട്ടെ, വിടുവിക്കട്ടെ. സർജറി കഴിഞ്ഞ് വിശ്രമിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. ഭവനത്തിൽ വളരെ ക്ലേശങ്ങൾ കൂടെ കടന്നു പോകുന്ന ആശുപത്രികളൊക്കെ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. ദൈവം അവരൊക്കെ സഹായിക്കേണ്ടതിനായി വളരെ പ്രാർത്ഥനയോടെ നമുക്ക് തുടർന്നുള്ള ദിവസങ്ങളിലും ആയിരിക്കാം. കർത്താവ് സഹായിക്കട്ടെ. 146 സങ്കീർത്തനമാണ് നാം പാടി ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഇടയായത്. ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്കുള്ള അനുഗ്രഹങ്ങളെക്കുറിച്ചാണ് ഈ സങ്കീർത്തനത്തിൽ നമുക്ക് പഠിക്കുവാൻ കഴിയുന്നത്. സമൂഹപരമായ ഒരു പാട്ടാണ് ഈ സങ്കീർത്തനമെങ്കിലും വ്യക്തിപരമായ അനുഭവങ്ങളും നമുക്ക് ഈ സങ്കീർത്തനത്തിൽ കൂടെ മനസ്സിലാക്കുവാൻ കഴിയുന്നു. ബാബേൽ പ്രവാസത്തിൽ നിന്ന് മടങ്ങി വന്നപ്പോൾ ഈ സങ്കീർത്തനം പാടി എന്ന് അനുമാനിക്കുന്നു. സ്തോത്രം. എന്നാൽ വ്യക്തിപരമായി ദൈവം ചെയ്ത നന്മകൾ, ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്കുള്ള വിടുതലുകൾ ഒക്കെ ഈ സങ്കീർത്തനം വെളിപ്പെടുത്തുകയാണ്. ദൈവത്തെ സ്തുതിപ്പാനുള്ള ആഹ്വാനമാണ് ഈ സങ്കീർത്തനങ്ങളെല്ലാം നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഈ സങ്കീർത്തനം തുടങ്ങുന്നത് തന്നെ യഹോവയെ സ്തുതിപ്പാൻ ഉള്ളൊരാഹ്വാനത്തോടു കൂടെയാണ്. എൻ മനമേ യഹോവയെ സ്തുതിക്കുക. തന്നോട് തന്നെ പറയുകയാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്. എൻ മനമേ
നീ യഹോവയെ സ്തുതിക്കണം. 103-ാം സങ്കീർത്തനം പറയുന്നു, എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ സർവാന്തരങ്ങളെ അവൻ്റെ വിശുദ്ധനാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്ത ഉപകാരങ്ങൾ യാതൊരു കാരണവശാലും ചെറുതോ വലുതോ വ്യത്യാസമില്ലാതെ പലപ്പോഴും നമ്മൾ ചിന്തിച്ച സാഹചര്യങ്ങൾ നടക്കുകയില്ലെന്ന് ചിന്തിച്ച സാഹചര്യങ്ങൾ, സാധ്യമല്ലെന്ന് വിചാരിച്ച് വിധി എഴുതിയ സന്ദർഭങ്ങളിൽ സ്തോത്രം, അവിടെ എല്ലാം ദൈവം ചെയ്ത നന്മകൾ എത്രയോ ശ്രേഷ്ഠമാണ്. സ്തോത്രം, ദൈവം ചെയ്ത ഉപകാരങ്ങൾ എത്രയോ ശ്രേഷ്ഠമാണ്. അത് മനസ്സിലാക്കി എൻ മനമേ നീ യഹോവയെ വാഴ്ത്തുക. സ്തോത്രം. രണ്ടാമത്തെ വാക്യം വായിക്കുമ്പോൾ താൻ ഒരു തീരുമാനം അവിടെ പ്രസ്താവിക്കുകയാണ്, തീരുമാനമെടുക്കുക. ജീവനുള്ള എന്നും ദൈവത്തെ സ്തുതിപ്പാൻ ആഹ്വാനം ചെയ്തിട്ട് താൻ മൗനമായിരിക്കുകയല്ല, ഞാൻ ജീവനുള്ള എല്ലാ കാലത്തും ഞാൻ യഹോവയെ സ്തുതിക്കും. സ്തോത്രം. മറ്റുള്ളവരെ സ്തുതിപ്പിക്കുക മാത്രമല്ല സങ്കീർത്തനക്കാരൻ ചെയ്യുന്നത്, ദൈവം തൻ്റെ ജീവിതത്തിൽ ചെയ്ത നന്മകൾ ഓർത്ത് സ്തോത്രം താൻ തീരുമാനത്തോടെ പ്രഖ്യാപിക്കുകയാണ്, ഞാൻ ജീവനുള്ള കാലം എന്നും സ്തോത്രം എൻ്റെ ദൈവത്തെ സ്തുതിക്കും, ഞാനുള്ള കാലത്തോളം എൻ്റെ ദൈവത്തിന് കീർത്തനം പാടും. ഞാനുള്ള കാലത്തോളം സ്തോത്രം എൻ്റെ ദൈവത്തിന് കീർത്തനം പാടും. അങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ നമുക്ക് കഴിയുമോ? സ്തോത്രം. നമ്മൾ ഓരോ ശ്വാസം എടുക്കുമ്പോഴും നമ്മുടെ ദൈവത്തെ സ്തുതിക്കാൻ നമ്മൾ കഴിയുന്നു. ഒരു ശ്വാസം എടുക്കുവാനും നിശ്വസിക്കുവാനും ദൈവം എന്നെ അനുവദിച്ചതോർത്ത് സ്തോത്രം എന്ന് നമുക്ക് പറയാൻ കഴിയും. എത്രയോ പേർ ശ്വാസം എടുക്കാൻ കഴിയാതെ വെപ്രാളപ്പെട്ടുകൊണ്ടിരിക്കുക. ലക്ഷക്കണക്കിന് രൂപ ആശുപത്രികളിൽ ഒരു നേരത്തെ ഒരു ശ്വാസം എടുക്കുന്നതിന് വേണ്ടി ഓരോ ശ്വാസത്തിനും ഓരോ സ്തോത്രം ഓക്സിജൻ ഇൻഹേൽ ചെയ്യുന്നതിനും അവർ പൈസ കൊടുത്തുകൊണ്ടിരിക്കുക. പക്ഷെ ഒരു പൈസ പോലും ചെലവില്ലാതെ സ്തോത്രം നമ്മുടെ ശ്വാസകോശങ്ങളെ ആരോഗ്യം നൽകി, അതിന് ബലം നൽകി, നമുക്ക് ശ്വാസം എടുക്കാനുള്ള ആരോഗ്യം നൽകി. ഓരോ നിമിഷവും നമ്മൾ ഈ എടുക്കുന്ന ശ്വാസത്തിന് ഹല്ലേലൂയ ആശുപത്രിയിൽ കൊടുക്കുന്ന വില അനുസരിച്ച് നോക്കിയാൽ എത്ര ലക്ഷങ്ങൾ നമ്മൾ ഓരോ ദിവസവും മുടക്കിയാൽ മതിയാകും. സ്തോത്രം. അല്ലെങ്കിൽ ഇത്രയും നാളത്തെ നമ്മുടെ ജീവിത അനുഭവങ്ങളിൽ ഇത്രയും പ്രായത്തിനകത്ത് നാം ശ്വസിച്ച വായുവിന് എത്ര ഹല്ലേലൂയ വില നമ്മൾ കൊടുക്കേണ്ടി വരും. പക്ഷേ നമ്മുടെ ദൈവം അതിനൊന്നും വില ഈടാക്കാതെ സൗജന്യമായി ശ്വസിപ്പാൻ നമുക്ക് ആ ഓക്സിജൻ നൽകി, നമ്മുടെ ശരീരത്തിന് അതിനുള്ള ആരോഗ്യം നൽകി, നമ്മുടെ ശ്വാസകോശത്തിന് അതിന് വേണ്ടുന്ന ആരോഗ്യവും ശക്തി നൽകി നമ്മെ ഇത്രത്തോളം കൊണ്ടുവന്നത് ഓർക്കുമ്പോൾ നമ്മുടെ ദൈവത്തെ സ്തുതിക്കാതിരിപ്പാൻ നമുക്ക് കഴിയുകയില്ല. ദൈവമക്കളെ, നാം മൗനമായിരിക്കരുത്. ഞാൻ പറഞ്ഞതുപോലെ ഓരോ ശ്വാസം എടുക്കുമ്പോഴും ദൈവത്തിന് സ്തോത്രം ചെയ്യുക നമുക്ക് കടപ്പാടുണ്ട്. അത് നാം മറന്നു പോകരുത്. സ്തോത്രം. സംഗീതക്കാരൻ പറയും, ശ്രദ്ധിക്കണേ, ജീവനുള്ളതൊന്നും ഞാൻ യഹോവയെ സ്തുതിക്കും, ഞാനുള്ള കാലത്തോളം എൻ്റെ ദൈവത്തിന് കീർത്തനം പാടും. ആയുസ് മുഴുവൻ ദൈവത്തെ സ്തുതിക്കുമെന്നുള്ള തീരുമാനം താൻ എടുക്കുക. രണ്ടാമതായി ഈ സംഗീതത്തിൽ നിന്ന് ചിന്തിക്കുന്ന ഒരു കാര്യം, മനുഷ്യനിൽ ആശ്രയിക്കുന്നതിൻ്റെ അവസ്ഥയെക്കുറിച്ച് ഇവിടെ പറയുക. 3-4 വാക്യങ്ങൾ വായിക്കുമ്പോൾ മനുഷ്യനിൽ ആശ്രയിക്കുന്നവൻ്റെ അവസ്ഥ പറയണം. നിങ്ങൾ പ്രഭുക്കന്മാരിൽ ആശ്രയിക്കരുത്, സഹായിപ്പാൻ കഴിയാത്ത മനുഷ്യപുത്രനും അരുത്. ശ്രദ്ധിക്കണം. അവൻ്റെ ശ്വാസം പോകുന്നു, അവൻ മണ്ണിലേക്ക് തിരിയുന്നു, അവൻ്റെ നിരൂപണവും നശിച്ചു പോകുന്നു. അവൻ്റെ ശ്വാസം പോകുന്നതോടുകൂടെ അവൻ്റെ നിരൂപണങ്ങൾ നശിക്കുക. സ്തോത്രം. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യരുത്? മനുഷ്യനിൽ ആശ്രയിക്കരുത്. സ്തോത്രം. പിന്നെ ആരിൽ ആശ്രയിക്കണമെന്നാണ് പറയുന്നത്. അടുത്ത വാക്യങ്ങൾ വായിക്കുമ്പോൾ 5 മുതൽ 9 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ പറയുന്നത് ദൈവത്തിൽ ആശ്രയിക്കണം. ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ്റെ ഭാഗ്യ അവസ്ഥകളെയാണ് താഴോട്ടുള്ള വാക്യങ്ങളിൽ 5 മുതൽ 9 വാക്യങ്ങൾ പഠിക്കുമ്പോൾ ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ്റെ ഭാഗ്യ അവസ്ഥ അവിടെ വർണ്ണിക്കുകയാണ് ചെയ്യുന്നത്. സ്തോത്രം. യാക്കോബിൻ്റെ ദൈവം സഹായമായി തൻ്റെ ദൈവമായ യഹോവയിൽ പ്രത്യാശയുള്ളവൻ ഭാഗ്യവാൻ. സ്തോത്രം. ശ്രദ്ധിക്കണം. അവൻ എന്നേക്കും വിശ്വസ്തത, ദൈവത്തിൻ്റെ പ്രത്യേകത നോക്കിയേ, അവൻ എന്നേക്കും വിശ്വസ്തത കാക്കുന്നു. നമ്മൾ എത്ര വിശ്വസ്തരാണ്? നമുക്ക് എത്ര വിശ്വസ്തരായി നിലകൊള്ളുവാൻ കഴിഞ്ഞിട്ടുണ്ട്? ദൈവം വിശ്വസ്തത കാക്കുന്നു.
നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും അവിശ്വസ്തതയാണ് കടന്നു വരാറുള്ളത്. ദൈവം ചെയ്ത നന്മകൾക്ക് ദൈവത്തിന് നന്ദി അർപ്പിക്കാൻ നമുക്ക് കഴിയുന്നില്ല. സ്തോത്രം. നടക്കുകയില്ല, പ്രതീക്ഷകളൊക്കെ അസ്തമിച്ചു, ഇനി യാതൊരു സാധ്യതകളുമില്ല എന്ന വന്നപ്പോൾ സ്തോത്രം, സാധ്യത അസാധ്യങ്ങളെ സാധ്യമാക്കി തീർക്കുന്ന നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി ഇറങ്ങി വന്ന് ചില പ്രത്യേക സാഹചര്യങ്ങളിൽ അല്ലെങ്കിൽ പൊടുന്നനെയുള്ള വിടുതലുകൾ, പെട്ടെന്നുള്ള നന്മകൾ, പെട്ടെന്നുള്ള അനുഗ്രഹങ്ങൾ, അറിയാത്ത വഴികൾ തുറന്നു തന്ന് ദൈവം നമ്മെ നടത്തിയത് ഓർക്കുമ്പോൾ ഹല്ലേലൂയ, മനുഷ്യനിൽ ഹല്ലേലൂയ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. എന്തിനു മനുഷ്യനിൽ ആശ്രയിക്കുന്നു? മനുഷ്യൻ അവിശ്വസ്തനാ, അവൻ വാക്കുമാറുന്നവനാ. പക്ഷേ നമ്മുടെ ദൈവത്തിന്റെ പ്രത്യേകത, നമ്മോടൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വാക്ക് അവൻ കാത്തു സൂക്ഷിക്കുന്നു, പാലിക്കുന്നവന്റെ ദൈവമാണ് നമ്മുടെ ദൈവം. ഞാൻ വിശദീകരിക്കില്ല. താഴോട്ട് വായിച്ചു വരുമ്പോൾ സ്തോത്രം, ആ ഭാഗങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അവസാനം വരുമ്പോൾ നാലാമത്തെ കാര്യം, ദൈവത്തിന്റെ നിത്യതയാണ് അവിടെ പ്രഘോഷിക്കുന്നത്. സ്തോത്രം. യഹോവ എന്നേക്കും സിയോനെ നിന്റെ ദൈവം തലമുറ തലമുറയോളം തന്നെ. നമ്മുടെ ദൈവത്തിന്റെ നിത്യതയാണ് എന്ന് പറഞ്ഞാൽ മനുഷ്യൻ ആർക്കും അല്ലെങ്കിൽ അവൻ സ്ഥിരവാസിയല്ല, അല്ലെങ്കിൽ അവനെല്ലാം അല്ലെങ്കിൽ അല്പം കഴിയുമ്പോൾ നമ്മൾ ഇന്ന് കാണുന്നവരെ അല്ലെങ്കിൽ ഇപ്പോൾ കണ്ടവരെ അല്പം കഴിയുമ്പോൾ നമ്മൾ കാണാതെ പോകുക, അവരുടെ ശ്വാസം നിലച്ചു പോകുക, അവരുടെ പേര് പോലും ഭൂമിയിൽ നിന്ന് മായ്ക്കപ്പെടുകയാ. സ്തോത്രം. അവരുടെ പേര് കൊണ്ട് പിന്നെ അർത്ഥമുണ്ടാകുന്നില്ല. പക്ഷേ നമ്മുടെ ദൈവമോ അവനെന്നേക്കുമുള്ള ദൈവം. നമ്മുടെ ദൈവം നിത്യനാണ്, നമ്മുടെ ദൈവം പരിശുദ്ധനാണ്. ഹല്ലേലൂയ. മനുഷ്യൻ ക്ഷണികനായിരിക്കുമ്പോൾ ദൈവം നിത്യനാണ്. അതുകൊണ്ടാണ് ദൈവത്തിൽ ആശ്രയിക്കാൻ പറഞ്ഞത്. മനുഷ്യനിൽ ആശ്രയിക്കരുതെന്ന് പറയാനുള്ള കാരണം അവൻ നിത്യനല്ല, അവൻ മാറിപ്പോകുന്നവനാ. സ്തോത്രം. വാക്ക് മാറിയില്ലെങ്കിൽ അടുത്ത നിമിഷം എന്ത് ചെയ്യാം? അവൻ്റെ ആയുസ് പോയി അവൻ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടാം. പിന്നെ അവനിൽ ആശ്രയിച്ചുകൊണ്ട് എന്താണ് കാര്യം, എന്താണ് അർത്ഥം? പക്ഷെ നമ്മുടെ ദൈവം നിത്യനാകിയാൽ സ്തോത്രം, ആശ്രയിപ്പാൻ കൊള്ളാകുന്ന ദൈവം, നമ്മുടെ ദൈവത്തെ പോലെ വേറൊരു ദൈവമില്ല. അതുകൊണ്ട് സ്തോത്രം, ദൈവത്തിൽ പ്രത്യാശയുള്ള ഏവരും ഉറച്ചിരിക്കണം, അവർ ധൈര്യപ്പെടണം. നമ്മുടെ പ്രത്യാശ നമ്മുടെ ദൈവത്തിൽ. ഈ ലോകത്തിൽ ഒരു വസ്തുക്കളിലുമല്ല, നമ്മുടെ പണത്തിലോ നമ്മുടെ മഹിമയിലോ നമ്മുടെ ശ്രേഷ്ഠതയിലോ സ്തോത്രം, നമ്മുടെ ഭവനത്തിലോ നമ്മുടെ കുടുംബത്തിലോ ഒന്നുമല്ല നമ്മുടെ പ്രത്യാശ ഇരിക്കുന്നത്. ഹല്ലേലൂയ. നമ്മുടെ സന്തോഷം ഇരിക്കുന്നത്, നമ്മുടെ പ്രത്യാശ നമ്മുടെ ദൈവത്തിലാണ്. നമ്മുടെ പ്രത്യാശ കാത്തു സൂക്ഷിപ്പാൻ നമുക്കിടയായി തീരട്ടെ. നമ്മുടെ കർത്താവിൻ്റെ വരവിന് വേണ്ടി നോക്കി പാർക്കുവാനിടയാകട്ടെ. അതിനായി ദൈവം നമ്മെ സഹായിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. എന്നുള്ള സമയം സാക്ഷ്യത്തിനായുള്ള സമയമായി വേർതിരിക്കുന്നു. പ്രാർത്ഥനയോടെ ദൈവത്തിൻ്റെ പാദപീഠത്തിൽ നമുക്കായിരിക്കാം. ഫോർ ബൈബിൾ റെസിറ്റേഷൻ അവർ ചിൽഡ്രൻ വിൽ കം ഫോർവേഡ്. Joshua Bijoy. Praise the Lord. Praise the Lord. Matthew 7 verses 8. For everyone who asks receives. The one who seeks finds. And to the one who knocks, the door will be opened. Amen. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് രാവിലെ സമയം നമ്മുടെ കുഞ്ഞുങ്ങളെ ആരോഗ്യത്തോടെ ദൈവം കൂട്ടിവരുത്തിയല്ലോ. ദൈവത്തിൻ്റെ കൃപ അനുഭവിച്ചറിവാൻ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ദൈവം അവസരമായിരിക്കും. അവരുടെ വളർച്ചയിൽ ദൈവം കൂടിരുന്നു, പഠനകാര്യങ്ങളിൽ കൂടിരുന്നു. ആയുസ്സും ആരോഗ്യം ദൈവം അവർക്ക് വർദ്ധിപ്പിച്ച് നൽകി, ജ്ഞാനം നൽകി അവരെ അനുഗ്രഹിച്ചല്ലോ. നമ്മുടെ കുഞ്ഞുങ്ങൾ മാതൃകയുള്ളവരും ദൈവഭയമുള്ളവരായി അവർ പഠിക്കുന്ന സ്ഥാപനങ്ങളിൽ അവർ ദൈവത്തിന് വേണ്ടി നിലകൊള്ളുവാൻ ദൈവം കുഞ്ഞുങ്ങളെ സഹായിക്കേണ്ടതിനായി ദൈവത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കുഞ്ഞുങ്ങളുടെ മേലും നമ്മുടെ നേരെ കരുനീട്ട് നമുക്ക് ഒരുമിച്ച് അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാമെന്ന്. പരിശുദ്ധ പിതാവേ,
ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ തൃക്കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവർക്ക് നൽകിയ എല്ലാ നന്മയ്ക്കും അനുഗ്രഹങ്ങൾക്കായി സ്തോത്രം. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ സ്കൂളിൽ കടന്നു പോകാൻ ദൈവം അവരെ ബലപ്പെടുത്തി. അവരുടെ യാത്രകൾ കൂടരുത്, പഠിപ്പാൻ വേണ്ട ജ്ഞാനം ബുദ്ധിയൊക്കെ നൽകി ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ അവരായിരിക്കുന്ന സ്ഥാപനങ്ങളിൽ മാതൃകയുള്ളവരായി, ദൈവ ഭയമുള്ളവരായി, കർത്താവിന് വേണ്ടി നിലകൊള്ളുന്ന മാതൃകയുള്ള അനുഗ്രഹിക്കപ്പെട്ട കുഞ്ഞുങ്ങളായി നിലകൊള്ളുവാൻ ദൈവം അവരെ സഹായിക്കണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വല്ലാത്തൊരു കാലഘട്ടത്തിലാണ് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ജീവിക്കുന്നത്. അവരെ തെറ്റിച്ച് കളയുന്ന, കർത്താവെ ദൈവത്തിൽ അകറ്റിക്കളയുന്ന, അതിൽ വലിയ അപകടം പിടിച്ചൊരനുഭവ കാലഘട്ടത്തിലാണ് ഞങ്ങളുടെ കുഞ്ഞുങ്ങളായിരിക്കുന്നത്. അവരുടെ നടുവിൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ അനന്യരും പരമാർത്ഥികളുമായി നിലകൊള്ളുവാൻ, മാതൃകയുള്ള കുഞ്ഞുങ്ങളായി നിലകൊള്ളുവാൻ സഹായിക്കണമേ. പഠിപ്പാൻ വേണ്ട ജ്ഞാനം ബുദ്ധി ഓർമ്മശക്തിയൊക്കെ നൽകണമേ. ദൈവകൃപകൾ ഓരോ നിമിഷം പകരണം. പകൽ വേള കടന്നു വന്ന് കർത്താവെ വാക്യം പറയുവാൻ തക്കവണ്ണം ദൈവം കൃപ നൽകിയത് ഓർത്ത് സ്തോത്രം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ സഭയായി ഞങ്ങൾ ഒരുമിച്ച് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ആകാശത്തെയും ഭൂമി ഉണ്ടാക്കിയ ഹോമയാൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല നാമത്തിൽ സ്വർഗീയ പിതാവേ. ഷൗട്ട് ഹല്ലേലൂയ. ഗോഡ് ബ്ലെസ് യു. ബി സീറ്റഡ്. സാക്ഷ്യങ്ങളെ പ്രസ്താവന. സൗകര്യമാർക്ക് സാക്ഷ്യം പറയാനില്ലെങ്കിൽ സൗകര്യമാർക്ക്. സ്തോത്രം ചെയ്യുന്നു. ഒരു വർഷപ്പെട്ട് കദ്രാസിലെ കുടുംബത്തോളം ഇവിടെ ദൈവത്തോളം ഒരുമിച്ച് ഒരു സാക്ഷ്യം കിട്ടുന്ന കൃപയ്ക്കറിയിക്കുന്ന സ്തോത്രം. നല്ല വിശ്വസ്തനായിരുന്നു. ആയിരം കാര്യങ്ങളും ദിവസനെ കൂട്ടുന്നു, കുട്ടികളെല്ലാം ദിവസനെ കൂട്ടുന്നു. ദൈവഹിതമായാൽ ഈ ബുധനാഴ്ച പ്രഭാതത്തിൽ അവധിയോടനുസരിച്ച് നാട്ടിലോട്ട് കടന്നുപോകാൻ ആഗ്രഹിക്കുന്നു. ആയിരിക്കുന്ന സാഹചര്യങ്ങളെല്ലാം ദിവസനെ കൂട്ടിരിക്കുന്നു. എല്ലാ ദൈവമക്കളുടെയും പ്രാർത്ഥന ചോദിച്ചുകൊണ്ട് സാക്ഷ്യം ചെയ്യുന്നു. Praise the Lord. I praise and thank God for this opportunity God has given me to stand and testify in God's holy name. God is good to me and kept me safe and sound the past 4 months that I was in India. From July 22nd onwards, I was attending college and till yesterday, and yet God enabled me to come back home safely. I'm here for 1 week for my visa renewal reasons, so I request you all to pray for me that it goes smoothly and it goes fast. I would also like to mention that God blessed us with a church in Manipal, an ICPF church. God helps me, my elder sister Ruth Vijay, and Ani uncle's daughter Ashna, all of us to attend the church and grow spiritually over there. So I thank God for that, and I request you all to keep that church in your prayers. പകൽവേള നമ്മുടെ പ്രിയപ്പെട്ടവരുടെ സാക്ഷ്യങ്ങൾ നാം കേട്ടല്ലോ. പ്രിയ ഷിനു ബുധനാഴ്ച നാട്ടിലേക്ക് കടന്നു പോകുന്നു. യാത്ര ദൈവം കൂടുതൽ സഹായിക്കേണ്ടതിനായിട്ട് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാമല്ലോ. സ്തോത്രം. അതുപോലെ പ്രിയ ജെറിൻ കടന്നു വരുവാനിടയായി. വിസ റിന്യൂവൽ ചെയ്യുന്നുള്ള ബന്ധത്തിൽ കടന്നു വന്നിരിക്കുന്ന എത്രയും വേഗം തന്നെ കാര്യങ്ങൾ ക്രമീകരിക്കപ്പെടുവാൻ, പ്രിയ പൈതലിൻ്റെ പഠനത്തോട് ബന്ധത്തിൽ മടങ്ങിപ്പോവാൻ ദൈവനെ സഹായിക്കേണ്ടതിനായിട്ട് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാമല്ലോ. സ്തോത്രം. അവിടെ ആയിരിക്കുന്ന കുഞ്ഞുങ്ങളെ, നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ ദൈവം സഹായിപ്പാൻ, നമ്മുടെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസ കാര്യങ്ങളിലൊക്കെ ദൈവം കൂടുതലിരിക്കാണ്ട് പ്രിയ പൈതലിൻ്റെ മടക്കയാത്രയിലൊക്കെ കൂടുതൽ ദൈവം സഹായിക്കേണ്ടതിനായിട്ടും നമ്മുടെ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാമല്ലോ. സ്തോത്രം. അതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ ഞാൻ ഓർപ്പിച്ച പോലെ ദുഃഖ അവസ്ഥയിലായിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ ഷെബിയുടെ മാതാവിൻ്റെ വിയോഗത്തിൽ അവർ വേദനയോടെ ആയിരിക്കും, ഭാരത്തോടെ ആയിരിക്കുന്നു. ഇന്ന് അവിടെ ഫ്യൂണറൽ സർവീസ് നടക്കുന്നു. ഒക്കെ ഏറ്റവും അനുഗ്രഹമായി തീരേണ്ടതിനായി ദൈവത്തോട് പ്രാർത്ഥിക്കാം. സാമുവൽ ഡാനിയൽ ദാസ് ബ്രദറിൻ്റെ വേർപാടിൽ ദുഃഖത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം അവരെ ആശ്വസിപ്പിക്കേണ്ടതിനായി, ദൈവിക സമാധാനം കൊണ്ട് നിറയ്ക്കേണ്ടതിനായി ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാമല്ലോ. സ്തോത്രം. നമ്മുടെ പ്രിയ പൈതൽ ജോഷുവയെ ഓർത്ത് പ്രാർത്ഥിക്കാം. കഴിഞ്ഞ ദിവസം അവൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകേണ്ട ഒരു സാഹചര്യം വന്നു. ദൈവം അവന് വിടുതൽ കൊടുത്തു. ജോഷുവ മോനിച്ചൻ
പൂർണ്ണമായി വിടുതൽ പ്രിയ പൈതലിന് കൊടുക്കേണ്ടതിനായിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അവരിപ്പോൾ നാട്ടിലായിരിക്കുന്നു, ദൈവം അവരെ സൂക്ഷിക്കേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കാം. അതുപോലെ അവിനാശിൻ്റെ പൈതലിനെ ഓർത്ത് നാം കഴിഞ്ഞ ദിവസങ്ങൾ പ്രാർത്ഥിച്ചു. ചെക്കപ്പിന് വേണ്ടി നാട്ടിലേക്ക് കടന്നുപോയി. സ്തോത്രം. ദൈവം അത്ഭുതകരമാവണ ഒരു ദൈവപ്രവൃത്തി പ്രിയ പൈതലിൻ്റെ ജീവിതത്തിൽ വെളിപ്പെടുത്തി. കഴിഞ്ഞ നാളുകളെക്കാൾ ഒത്തിരി ബെറ്ററായിപ്പാൻ ദൈവം സഹായിച്ചു. എല്ലാ പ്രയാസം ദൈവം പൂർണ്ണമായി വിടുതൽ ദൈവം കൽപ്പിക്കേണ്ടതിനായിട്ട് ദൈവത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. ഇപ്പോൾ കഴിക്കുന്ന മരുന്നുകളൊക്കെ മാറ്റി പ്രയാസങ്ങളൊക്കെ ദൈവം അതിൽ നിന്നൊക്കെ പൂർണ്ണമായി വിടുവിക്കേണ്ടതിനായിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കാമല്ലോ. നമ്മുടെ മുന്നംഗമായിരുന്ന പ്രിയ ബിജി മാത്യുചാനെ ഓർത്ത് പ്രാർത്ഥിക്കാം. അവരുടെ ശാരീരമായ ക്ലേശത്തോടെ താൻ ആയിരിക്കുന്നു. പൂർണ്ണമായി വിടുതൽ ദൈവം കൊടുക്കേണ്ടതിനായിട്ട് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ ഗേൽമാമയെ ഓർത്ത് പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രിയ സഹോദരി റേച്ചൽ ബെസ്ലിയെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. കാലിനുണ്ടായ പ്രയാസ നിമിത്തം പ്ലാസ്റ്റർ ഇട്ട് ഭവനത്തിൽ വിശ്രമിക്കുന്നു. ദൈവം പൂർണ്ണമായി വിടുതൽ കൊടുക്കേണ്ടതിനായി ദൈവത്തോട് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ നാം കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പ്രാർത്ഥിച്ചൊരു വിഷയമാണ് നമ്മുടെ ഇവിടെ ഒപ്പം ഉണ്ടായിരുന്ന പ്രിയ സിസ്റ്റർ മോളി ജോസഫിൻ്റെ മകൻ നാക്കിൽ ഒരു സർജറി കഴിഞ്ഞ് ഇപ്പോൾ വിശ്രമത്തിലായിരിക്കുന്നു. അടുത്ത ദിവസം റിസൾട്ട് വരുമ്പോൾ ദൈവത്തിൻ്റെ അത്ഭുതം കാണത്തക്കവണ്ണം ദൈവപ്രവർത്തികളുടെ സന്തോഷിപ്പാൻ ഇടയാകേണ്ടതിനായിട്ട് ദൈവത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ നാം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന മറ്റൊരു വിഷയമാണ് പ്രിയ വർഗീസ് മാത്യുച്ചാൻ്റെ സാമച്ചാൻ, പ്രിയ ഗുജറാത്ത് സാമച്ചാൻ്റെ അളിയൻ്റെ ഭാര്യ മെഴ്സി സ്റ്റാൻലി തലയ്ക്ക് ബ്രെയിനിൽ ബ്ലീഡിംഗ് ആയിട്ട് ഹോസ്പിറ്റലിൽ ചില ദിവസങ്ങൾ കഴിഞ്ഞു. ഡിസ്ചാർജായി ഭവനത്തിലേക്ക് പോയി. ഇപ്പോൾ ആ ബ്ലീഡിങ് മാറിയെങ്കിലും ആ ബ്ലീഡിങ് നിമിത്തമുണ്ടായ പ്രയാസം അവിടെ ഉണ്ട്. പൂർണ്ണമായി വിടുതൽ ദൈവം കൊടുക്കേണ്ടതിനായിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രിയ സഹോദരൻ സാം ഫിലിപ്പിൻ്റെ ജ്യേഷ്ഠൻ്റെ മകളെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രിയ സഹോദരി ഫേബാർ റോയിയെ ഓർത്ത് പ്രാർത്ഥിക്കാം. കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ണിൻ്റെ സർജറി കഴിഞ്ഞു. ഞായറാഴ്ച മുതൽ തിരികെ ജോലിക്ക് പ്രവേശിക്കേണ്ടിയിരിക്കുന്നു. ഈ ദിവസങ്ങളൊക്കെ തലവേദനയാൽ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ദൈവം പൂർണ്ണമായ വിടുതൽ കൽപ്പിക്കേണ്ടതിനായിട്ട് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാമല്ലോ. സ്തോത്രം. അങ്ങനെ ഈ വിഷയങ്ങളെല്ലാം നാം ഓർത്ത് പ്രാർത്ഥിച്ചുകൊണ്ട് പല വിഷയങ്ങളുണ്ട്. അതുമെല്ലാം ദൈവത്തിൻ്റെ പ്രവൃത്തി കണ്ട് സന്തോഷിപ്പാൻ ദൈവം ഇടയാക്കേണ്ടതിനായിട്ട് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. നാം ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ സഹോദരന്മാരിൽ ഒരാൾക്ക് ശബ്ദം ഉയർത്തി പ്രാർത്ഥിക്കാമല്ലോ. സ്തോത്രം സ്തോത്രം സ്തോത്രം. പരിശുദ്ധ പിതാവേ, ഈ നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. അപ്പാ മധുരാശങ്ങളുടെ സഭയായി കർത്താവെ അങ്ങയുടെ സന്നിധിയിലേക്ക് കടന്നു വരാൻ സഹായിച്ചു കൃപയ്ക്കായി നിന്നോട് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് ഞങ്ങൾ വന്ന സമയം മുതൽ കർത്താവ് അങ്ങയുടെ സാന്നിധ്യം മറയിലായിരിക്കാൻ കർത്താവ് അങ്ങയെ സൂപ്പാനും മഹത്വപ്പെടുത്താൻ ഇടയാക്കിയ കൃപയ്ക്കായി നിന്നോട് സ്തോത്രം ചെയ്യുന്ന താവെ അനുഗ്രഹിക്കപ്പെട്ട സംഗീതത്തിന് തന്നതിനാൽ നിന്നോട് സ്തോത്രം ചെയ്യുന്ന താവെ കൽപ്പിച്ച വാനോട് നിൽക്കാതെ നന്ദി അപ്പാ. ദൈവമേ, ജീവനുള്ള കാലത്തോളം കർത്താവ് അങ്ങയെ മാത്രം ആശ്രയിച്ച് കർത്താവ് അങ്ങയുടെ മുഖത്തേക്ക് നോക്കി വിജയകരമായ ക്രിസ്ത്യ ജീവിതം നയിപ്പാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. ചെയ്ത എല്ലാ ഉപകാരങ്ങൾക്കും നന്ദിയുള്ള ഹൃദയത്തോടെ ആയിരിക്കാൻ കർത്താവെ സ്തുതിപ്പാനും മഹത്വപ്പെടുത്താൻ ഇടയാക്കുന്ന കൃപയ്ക്കായി നിന്നോട് സ്തോത്രം ചെയ്യും. തുറന്നു ഞങ്ങളെ ബലപ്പെടുത്തണമേ കർത്താവെ. പ്രത്യേക കർത്താവ് സാക്ഷിവചനത്തിൽ കൂടി കർത്താവ് പ്രാർത്ഥന ആവശ്യപ്പെട്ട ഓരോരുത്തരെയും കരങ്ങളിൽ വെച്ച് പ്രാർത്ഥിക്കുന്നപ്പാ. ചിന്നവരുടെ കുടുംബമായി ഓർത്ത് പ്രാർത്ഥിക്കുന്ന കഴിഞ്ഞ നാളുകൾ അത്ഭുതകരമായ അതിശയകരമായ കുടുംബത്തെ കർത്താവ് നടത്തി കൃപയ്ക്കായി നിന്നോട് സ്തോത്രം ചെയ്യുന്ന കർത്താവെ. ദൈവം അനുവദിച്ച കർത്താവ് ദിവസങ്ങൾ നാട്ടിലേക്ക് കടന്നു പോകുന്നപ്പാ. വഴിയാത്തെല്ലാം ദൈവത്തിൻ്റെ സാന്നിധ്യം കൃപയും കൂടിയിരിക്കുകയാണെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് അനുഗ്രഹിക്കപ്പെട്ട അവധിക്കാലം കഴിഞ്ഞ് കർത്താവ് സന്തോഷ സമാധാനത്തോടെ കർത്താവെ തിരിച്ച് കടന്നു വരുവാൻ കർത്താവെ അവരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ജന്മനെ പ്രാർത്ഥിക്കുന്ന പച്ച കഴിഞ്ഞ ദിവസങ്ങൾ കർത്താവയോട് കടന്നു വരുവാൻ കുടുംബത്തോടായിരിക്കാൻ കർത്താവയുടെ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ. അപ്പോൾ ഇതിനെ അങ്ങ് ബലപ്പെടുത്തണമേ, ശക്തീകരിക്കണ കർത്താവെ. കർത്താവയുടെ പഠിക്കുന്ന സ്ഥാനങ്ങളെല്ലാം കർത്താവെ എല്ലാം നന്നായി പഠിക്കാനുള്ള കൃപയും ശക്തിയും കൊടുക്കണം പ്രാർത്ഥിക്കുന്ന കർത്താവെ. എനിക്ക് ഇവിടെ കൂട്ടായ്മ കൊടുത്താൽ അതിനോട് സ്തോത്രം ചെയ്യുന്നു. ഇവിടെ ആയിരിക്കുന്ന ഞങ്ങളുടെ പൈതങ്ങളെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ. അനേകർക്ക് മാതൃകയായ പൈതങ്ങളായി കർത്താവെ അവർക്ക് അങ്ങയുടെ സാക്ഷികളായി ജീവിക്കാൻ അവരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവനെ ഞങ്ങൾ അനുഗ്രഹിച്ച് എല്ലാവരും നമ്മൾ നിറയ്ക്കുവാണെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേക പ്രാർത്ഥന ആവശ്യപ്പെട്ട രോഗികളെ ഭാരപ്പെടുന്ന അനേകർ ഞങ്ങളുടെ നടുവിലുണ്ടല്ലോ. ദൈവമേ, പ്രത്യേക അവിനാശിൻ്റെ മോളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന പശ്ചാത്തലത്തിലേക്ക് കടന്നുപോയി കർത്താവ് ചെക്കപ്പൊക്കെ ചെയ്തു കർത്താവെ പൂർണ്ണ സൗഖ്യത്തോടെ പൂർണ്ണ ബലത്തോടെ കർത്താവെ അപ്പോൾ ഇതിൽ കടന്നു വരുവാൻ ഇനി ആ കർത്താവെ ആ പ്രയാസ അപ്പോൾ ഇതിൻ്റെ ജീവിതത്തിൽ വരുവാൻ ഇടയാകലെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ അങ്ങയുടെ ആണിപ്പാട്ടിലൊക്കെ കർത്താവെ തൊടുമാണ് സൗഖ്യമാക്കുവാണെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് ജോഷുമാനോട് പ്രാർത്ഥിക്കുന്ന കഴിഞ്ഞ ദിവസം പ്രയാസ ഭാരപ്പെട്ട് കർത്താവെ കൊടുത്ത വിടുതലെല്ലാം നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവെ. കടന്നു നാട്ടിലായിരിക്കുന്നല്ലോ, കടന്നു വരുമ്പോൾ കർത്താവെ പൂർണ്ണ ബലത്തോടെ ശക്തിയോടായിരിക്കാൻ കർത്താവെ അങ്ങയുടെ സാക്ഷിയായി ജീവിപ്പാൻ പൈതലായി ജീവിപ്പാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ.
വേർപാണ്ട ദുഃഖത്തിലായിരിക്കുന്ന ഞങ്ങളുടെ 2 കുടുംബങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന താവേ, ദൈവിക ആശ്വാസത്തിൽ അവരെ നിറയ്ക്കണമേ, ദൈവിക സമാധാനത്തിൽ നിറയ്ക്കണേ അപ്പാ. ഷിബിയുടെ കുടുംബത്തോട് പ്രാർത്ഥിക്കുന്നു, മറ്റു കുടുംബത്തോട് പ്രാർത്ഥിക്കുന്ന പച്ച ദൈവമേ കർത്താവെ, തുറന്നു നടക്കുന്ന ശുശ്രൂഷയെല്ലാം കർത്താവെ ഏറ്റവും അനുഗ്രഹം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ പ്രാർത്ഥിക്കുന്ന പച്ച ലോകത്തെ ഭാരപ്പെടുന്ന പൂർണ്ണപ്പെടുത്തൽ സൗഖ്യം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ഞങ്ങളുടെ കൂട്ടത്തിലായിരിക്കുന്ന എല്ലാ രോഗികളായിരിക്കുന്ന ഒരു പ്രാവശ്യം കൊണ്ട് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പൂർണ്ണമായ വിടുതലോ സൗഖ്യം അങ്ങ് കൽപ്പിക്കുമാണെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ കടന്നു വന്ന ജനത്തെ ഒരു പ്രാവശ്യം കൊണ്ട് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അപ്പാ തുറന്നു നടക്കുന്ന ശുശ്രൂഷയോർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ കർത്താവിന് മേശ ഞങ്ങളുടെ മുമ്പിലുണ്ടല്ലോ, പ്രാഗൽഭ്യത്തോടെ അതിൽ കൈ നീട്ടുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ശുദ്ധീകരണത്തോടെ കർത്താവെ ഞങ്ങളായിരിക്കാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കും. വചന ശുശ്രൂഷയോർത്ത് പ്രാർത്ഥിക്കുന്നു. പച്ച ഞങ്ങളോട് കർത്താവെ അങ്ങ് സംസാരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കടന്നു വന്ന ജനത്തെ ഒരു പ്രാവശ്യം കൊണ്ട് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. മാനമോഹത്വം അങ്ങ് എടുക്കണമേ. ക്രിസ്തു നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപകൾക്കുവാണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിൻ്റെ ധന്യമുള്ള തിരുനാമം വീണ്ടും മഹത്വപ്പെടുമാറാകട്ടെ. കർത്തൃപാദാന്തികെ വീണ്ടും ഒരുമിച്ച് ദൈവത്തെ ആരാധിപ്പാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും കർത്താവ് ഒരിക്കൽ നല്ല അവസരത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യങ്ങളൊക്കെ കേൾക്കുവാനിടയായി വിവിധ വിഷയങ്ങളെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിപ്പാനിടയായല്ലോ. ദൈവം തുടർന്നും സഹായിക്കട്ടെ. അവരുടെ വിഷയമെല്ലാം ദൈവം അത്ഭുതം പ്രവർത്തിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അല്പനേരത്തെ ചിന്തയ്ക്ക് ആധാരമായിട്ട് തിരുവചനത്തിൽ നിന്ന് ഒരു വേദശകലം നമുക്ക് വായിക്കാം. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 27-ാം അധ്യായത്തിൻ്റെ 10-ഉം 24-ഉം വാക്യങ്ങൾ വായിക്കും. 23-ഉം 24-ഉം 10, 23, 24 വാക്യം. ഞാൻ കാണുന്നു അവരെ പ്രബോധിപ്പിച്ചു. എന്റെ ഉടയവനും ഞാൻ സേവിച്ചു വരുന്നവരുമായ ദൈവത്തിന്റെ ദൂതൻ ഈ രാത്രിയിൽ എന്റെ അടുക്കൽ നിന്നു, പൗലോസെ ഭയപ്പെടരുത്, നീ കൈസരുടെ മുമ്പിൽ നിൽക്കേണ്ടതാകുന്നു, നിന്നോടുകൂടെ യാത്ര ചെയ്യുന്നവരെ ഒക്കെ ദൈവം നിനക്ക് താഴ്ത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു. വളരെ അനുഗ്രഹിക്കപ്പെട്ട തിരുവചന ഭാഗമാണ് നാം വായിച്ചത്. അനവധിയായി സന്ദേശങ്ങളൊക്കെ നാം ഈ ഭാഗത്തു നിന്ന് കേട്ടിട്ടുണ്ട്. കഴിഞ്ഞ രാത്രിവേളയിലും നമ്മുടെ മധ്യേ കിടന്ന് ഗസ്റ്റായിട്ട് കിടന്ന കർത്താവിൻ്റെ ദാസൻ ഇതിനോടനുബന്ധിച്ച് ചില കാര്യങ്ങൾ നമ്മുടെ മധ്യേ ഓർപ്പിക്കുവാനിടയായി. ഈ വായിച്ച ഭാഗത്തു നിന്ന് ചില കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നു. പ്രാർത്ഥനയോടെ ദൈവപാദപീഠത്തിൽ നമുക്കായിരിക്കും. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ തൻ്റെ ജീവിതത്തിൽ നേരിട്ടതായ, തൻ്റെ യാത്രയിൽ നേരിട്ടതായ ഒരു പ്രതിസന്ധിയെക്കുറിച്ചും അതിൻ്റെ നടുവിൽ ദൈവം നൽകിയ വിടുതലിനെക്കുറിച്ചും ഉള്ള ഭാഗങ്ങളാണ് ഈ 27-ാം അധ്യായം നാം വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും. പൗലോസിനെ പിടിച്ച് ന്യായാധിപ സംഘത്തിന് മുമ്പാകെ നിർത്തി അവന് ന്യായമായ വിധി ലഭിക്കയില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ അവിടുത്തെ ഏറ്റവും വലിയ ഉന്നത അധികാരിയായിരുന്ന, റോമൻ അധീനതയിലായിരുന്നു ആ കാലഘട്ടത്തിൽ, കൈസറെ അഭയം ചൊല്ലുവാനിടയായി. അവൻ റോമൻ പൗരത്വം ഉള്ള മനുഷ്യനായിരുന്നു. അതുകൊണ്ട് അവന്റെ തീർപ്പ് കൽപ്പിക്കേണ്ടത് മറ്റാർക്കും അധികാരമില്ല. റോമൻ ഭരണാധികാരിക്ക് മാത്രമേ അവന്റെ അധികാരമുള്ളൂ. അങ്ങനെ അവൻ കൈസറെ അഭയം ചൊല്ലുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അവൻ പ്രസംഗിച്ചത് നിമിത്തം, കർത്താവിന്റെ വചനം അറിയിച്ചത് നിമിത്തം പൗലോസ് പിടിക്കപ്പെടുവാനാണ്. 25-ാം അധ്യായം പഠിക്കുമ്പോൾ അതിന് 10 മുതലുള്ള ഭാഗം വായിക്കുമ്പോൾ 25-ന്റെ 10 ഭാഗം, ഞാൻ കൈസറിന്റെ 25 ഞാൻ കൈസരുടെ ന്യായത്തിന് മുമ്പാകെ നിൽക്കുന്നു. അവിടെ എന്നെ വിസ്തരിക്കേണ്ടതാകുന്നു. യഹൂദന്മാരോട് ഞാൻ ഒരു അന്യായവും ചെയ്തിട്ടില്ല. അത് നീയും
നല്ലവണ്ണം അറിയുന്നു. ഞാൻ അന്യായം ചെയ്തത് മരണയോഗ്യമായത് വല്ലതും പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ മരണശിക്ഷ ഏൽക്കുന്നത് എനിക്ക് വിരോധമില്ല. എന്നെ ബോധിപ്പിക്കുന്ന അന്യായം നേരല്ല എന്ന് വലിയോ എന്നെ അവർ കേൾപ്പിച്ചു കൊടുക്കാൻ ആർക്കും കഴിയുന്നതല്ല. ഞാൻ കൈസരെ അഭയം ചൊല്ലുന്നു എന്ന് പറഞ്ഞു. ഫെസ്തോസിന്റെ മുമ്പിൽ സംസാരിച്ചിട്ട് കൈസരെ അഭയം ചൊല്ലിയിരിക്കുന്നു, കൈസരുടെ അടുത്തേക്ക് നീ പോകുമെന്ന് ഉത്തരം പറഞ്ഞു. ഫെസ്തോസിന്റെ മുമ്പിൽ വിസ്തരിക്കപ്പെടുമ്പോ പൗലോസ് പറയാണ്, എനിക്ക് ന്യായം കിട്ടിയിട്ടില്ല, ഞാൻ അന്യായമായിട്ട് ഒന്നും ചെയ്തിട്ടില്ല. ധൈര്യസമേതനായി പറയാണ്, ഞാൻ മരണയോഗ്യമായിട്ടൊന്നും ഞാൻ ചെയ്തിട്ടില്ല, അന്യായം ഞാൻ ചെയ്തിട്ടില്ല. പക്ഷേ നിങ്ങളുടെ മുമ്പിൽ നിന്ന് എനിക്ക് ന്യായം ലഭിക്കുകയില്ല. അതുകൊണ്ട് ഞാൻ കൈസറെ അഭയം ചൊല്ലുന്നു. അവിടെ ഫെസ്തോസ് പറഞ്ഞത്, നീ കൈസറെ അഭയം ചൊല്ലിയിരിക്കയാൽ കൈസറുടെ അടുക്കലേക്ക് നീ പോകും എന്ന് പറഞ്ഞു. അങ്ങനെ കൈസറുടെ അടുക്കലേക്ക് പോകുന്ന സന്ദർഭത്തിൽ അവർ യാത്രാമധ്യേ ഉണ്ടായ പ്രതിസന്ധികളുടെ അനുഭവങ്ങളെ കുറിച്ചാണ് നാം ഒരു വാക്യമായി വായിച്ച ഭാഗത്ത് കാണേണ്ടതായത്. അവിടെ യാത്ര പുറപ്പെടുമ്പോൾ പൗലോസ് പറയുകയാണ്, സഹോദരന്മാരെ, പുരുഷന്മാരെ, ഇപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നത്? യാത്ര പുറപ്പെടരുത്. യാത്രക്ക് യോഗ്യമായ സമയമല്ലത്. ഒരുപക്ഷെ കാര്യങ്ങളൊക്കെ നമുക്ക് അനുകൂലമായി തോന്നുന്നുവെങ്കിലും അതിന്റെ പിറകിൽ ഒരു വലിയൊരു ഛേദം വരാൻ സാധ്യതയുണ്ട്, ഒരു കഷ്ടം സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇപ്പോൾ ഇവിടുന്ന് യാത്ര പുറപ്പെടരുത് എന്ന് പറഞ്ഞു. അങ്ങനെ വലിയ ഏറെ കഷ്ടനഷ്ടങ്ങൾ വരുമെന്ന് ഞാൻ കാണുന്നു. പക്ഷേ സംഭവിച്ചതറിയാം, പൗലോസിന്റെ വാക്കുകളെക്കാൾ കപ്പലുടമയുടെയും മാലുമിയുടെയും സ്തോത്രം വാക്ക് അവർ കേട്ടിട്ട് കപ്പൽ മുമ്പോട്ട് യാത്ര തുടങ്ങി. സ്തോത്രം. ദൈവത്തിന്റെ ആലോചന അവർക്ക് അംഗീകരിക്കാൻ കഴിഞ്ഞില്ല. ദൈവം പൗലോസിനോട് പറഞ്ഞു, പൗലോസേ, ഈ യാത്രയിൽ കപ്പലിനോ ചരക്കുകൾക്ക് മാത്രമല്ല ജീവന് പോലും നാശം സംഭവിക്കാം. അതുകൊണ്ട് എന്ത് ചെയ്യരുത്? അവരോട് പറയണം, യാത്ര പുറപ്പെടാൻ പാടില്ല. പുറപ്പെട്ടാൽ വലിയ നഷ്ടങ്ങളുണ്ടാകും, കഷ്ടങ്ങൾ സംഭവിക്കും, പ്രാണന് പോലും ഛേദം വരാം. പക്ഷെ അവർ അംഗീകരിച്ചില്ല. കാരണം എന്താ? ഇപ്പൊ പൗലോസിനെ അവർ കാണുന്നത് എങ്ങനെയാ? കുറ്റക്കാരനാ, കുറ്റവാളിയായിട്ടാ. പൗലോസിനെ അവർ കാണുന്നത് കുറ്റവാളിയായിട്ടാ. ഏറ്റവും അവസാനത്തെ കോടതി എന്ന നിലയിൽ വിസ്തരിക്കപ്പെടേണ്ടതിനായിട്ട് കൈസറിലേക്ക് പോകുക. കൈസറിന്റെ നിലയിലേക്ക് പോകുക. അവിടേക്ക് പോകുന്ന ഒരാൾ കുറ്റവാളിയായിട്ട് അവർ തീരുമാനിച്ചു വെച്ചിരിക്കുന്നത്. മറ്റുള്ളവർ കാണുന്നവരെ കുറ്റവാളിയായിട്ടാണ്. കപ്പൽക്കാർക്കറിയില്ലല്ലോ പൗലോസ് ആരാണെന്നും അവൻ എന്ത് തെറ്റ് ചെയ്തെന്നോ എങ്ങനെയുള്ളവരാണെന്നോ കപ്പൽക്കാർക്കില്ല. പക്ഷേ സ്തോത്രം, അവർ പൗലോസ് പറഞ്ഞത് അവർക്ക് അംഗീകരിക്കും. അവരുടെ ഈ കൂടെ വന്നവർ, ഇവരുടെ കൂടെ വന്നവരെല്ലാം കുറ്റവാളികളാണ്. ആ കൂട്ടത്തിലാണ് പൗലോസിനെ അവർ കണ്ടിരിക്കുന്നത്. ഒരു കാര്യം ഞാൻ ഓർപ്പിക്കുക, മറ്റുള്ളവർ പല വിധത്തിൽ നമ്മളെ വീക്ഷിച്ചത് വരാം, നമ്മളെ വിലയിരുത്തിയത് വരാം. സ്തോത്രം. മറ്റു പലരെയും കാണുന്നത് പോലെ നമ്മെ കണ്ടത് വരാം. പെന്തക്കോസ്തുകാരെന്ന് പറയപ്പെടുന്ന മറ്റുള്ളവരെ പോലെ, ക്രിസ്ത്യാനികൾ എന്ന് പറയപ്പെടുന്ന മറ്റുള്ളവരെ പോലെ ഒരുപക്ഷെ നമ്മളെ അവർ വിലയിരുത്തിയെന്ന് വരാം, നമ്മളെ അവർ അംഗീകരിച്ചെന്ന് വരികയില്ല, നമ്മൾ പറയുന്നവർ കേൾക്കുവാൻ തയ്യാറായി കാണുകയില്ല. കാരണം എന്താ? ഇവരല്ലെങ്കിൽ ഇവരൊക്കെ പറയാം, ചുമ്മാണെന്നൊക്കെ പറഞ്ഞ് ഒരുപക്ഷെ തള്ളിക്കളയാം. എന്നാൽ ഇന്ന് രാവിലെ സമയം ഓർപ്പിക്കട്ടെ, ദൈവം നമ്മോടൊരു കാര്യം നമ്മൾ ചെയ്തിട്ടുണ്ട്, ദൈവം നമ്മുടെ കാര്യം സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അതിന് മാറ്റം വരികയില്ല. പക്ഷേ ഇവിടെ സംഭവിച്ചൊരു കാര്യമുണ്ട്. പൗലോസിന്റെ കയ്യിലേക്ക് ഇവരെല്ലാം ഒരിക്കലും മറ്റുള്ളവരെല്ലാം പൗലോസിനെ തള്ളിക്കളയും, അംഗീകരിക്കുന്നില്ല. അവ പറയുന്ന വാക്കുപോലെ കേൾക്കാൻ തയ്യാറാകുന്നില്ല. ഈ കപ്പൽ ഉടമ പറയുന്നതിനേക്കാളും വലിയ കാര്യമാണോ പിന്നെ പൗലോസിനെ ഒരു കുറ്റവാളി പറയുന്നത്? അതിനെ നിയന്ത്രിക്കുന്നവർ പറയുന്നതിനേക്കാൾ വലിയതാണോ? സ്തോത്രം. പൗലോസ് പറയുന്ന വാക്ക് അവർക്ക് അംഗീകരിക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ ഒരു കാര്യം ഞാൻ ഓർപ്പിക്കാം, കുറ്റവാളി എന്ന് വിധിയെഴുതി പൗലോസ് ആരാണെന്ന് മനസ്സിലാക്കാം. സ്തോത്രം. നമ്മൾ കൊള്ളാനില്ലാത്തവരെന്നും സ്തോത്ര അയോഗ്യരെന്നും
നമ്മെ കുറിച്ച് തള്ളിക്കളയുമ്പോ ഒരു കാര്യം ഓർത്തോണം, നമ്മൾ ആരാണെന്ന് വെളിപ്പെട്ടു വരുന്ന ദിവസമുണ്ട്. നമ്മൾ ആരാണെന്ന് വെളിപ്പെടുത്തുന്ന ഒരു ദിവസമുണ്ട്. നമ്മുടെ ദൈവം നമ്മെ ആരാണെന്ന് വെളിപ്പെടുത്തുന്ന ദിവസമുണ്ട്. ആ ദിവസം വരെയും നമ്മൾ മൗനമായി ഇരുന്നാൽ മതി. ദൈവം നമ്മെ ഏൽപ്പിച്ച ഉത്തരവാദിത്വങ്ങൾ നാം നിർവഹിച്ചുകൊണ്ട് നാം മൗനമായി ഇരുന്നാൽ മതി. നാം ആരാണെന്ന് വെളിപ്പെട്ടു വരുന്ന ദിവസമുണ്ട്. ഒരുപക്ഷെ നമുക്ക് ന്യായം ലഭിച്ചെന്ന് വരികയില്ല, നീതി നടപ്പിൽ കിട്ടിയത് വരികയില്ല. പക്ഷെ നമ്മുടെ നീതി അല്ലെങ്കിൽ നമ്മുടെ ന്യായം മധ്യാഹ്നം പോലെ വെളിപ്പെട്ടു വരുന്ന ഒരു ദിവസമുണ്ട്. മറ്റുള്ളവർ തള്ളിക്കളയാതെ നമ്മുടെ വാക്കുകൾ അംഗീകരിക്കാൻ പോകട്ടെ. പ്രാർത്ഥിക്കുന്ന ദൈവമേ, ദൈവം നിന്നെ തള്ളിക്കളയില്ല. ആലോചന പ്രാപിച്ച ദൈവമേ, ദർശനം പ്രാപിച്ച ദൈവമേ, വെളിപ്പാട് ലഭിച്ച ദൈവമേ, നിന്നെ ദൈവം തള്ളിക്കളയില്ല. നീ പറഞ്ഞത് വ്യർത്ഥമെന്ന് അവർ തള്ളിക്കളയും, വിലയില്ലാത്തതെന്ന് അവർ പറയാം, ഇതാരും അംഗീകരിക്കേണ്ട കാര്യമില്ലെന്ന് പറയാം. പക്ഷേ നിന്നെ അംഗീകരിക്കുന്ന ഒരു ദിവസം വരും, നിന്നെ അന്വേഷിച്ചു വരുന്ന ദിവസം വരും. ഇന്ന് നീ അവരുകൊണ്ട് നിന്ദിക്കപ്പെട്ടെങ്കിൽ നീ മൗനമായിരിക്കുക, നീ പരിഹസിക്കപ്പെട്ടെങ്കിൽ നീ മൗനമായിരിക്കുക. നീ മിണ്ടാതെ ദൈവം ആരാണെന്ന് വെളിപ്പെട്ടു വരുന്ന ദിവസത്തിന് വേണ്ടി കാത്തിരിക്കുക. നീ മറുപടി പറയേണ്ട ആവശ്യമില്ല, ദൈവം ആ മറുപടി വെളിപ്പെടുത്തി കൊടുക്കും. നീ നിന്ദിക്കപ്പെട്ടിട്ടുണ്ടോ? നീ പരിഹസിക്കപ്പെട്ടിട്ടുണ്ടോ? നീ അപമാനിക്കപ്പെട്ടിട്ടുണ്ടോ? നീ തള്ളപ്പെട്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ നീ നിഷേധിക്കപ്പെട്ടിട്ടുണ്ടോ? നിന്റെ ന്യായം മറിച്ചു കളയപ്പെട്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ വെളിപ്പെടുന്ന ഒരു ദിവസമുണ്ട്. നിന്റെ ന്യായം വെളിപ്പെട്ട ഒരു ദിവസം, നീ ആരാണ് വെളിപ്പെട്ട ഒരു ദിവസമുണ്ട്. നീ നിന്റെ സ്നേഹിതൻ നിന്നെ തള്ളിപ്പറഞ്ഞതുപോലെ, നിന്റെ കുറ്റം ആരോപിച്ചതുപോലെ, അല്ലെങ്കിൽ നിന്റെ നീതിമാനെ നേടിയവർ അല്പം കഴിയുമ്പോൾ നീ കൊള്ളരുതാത്തവനെന്ന് വരാം. നീ മൗനമായിരിക്കെ, നീ മൗനമായിരിക്കെ. അല്ല, നീ നീതിമാനാണോ, നീ ദുഷ്ടനാണോ എന്ന് വെളിപ്പെട്ടു വരുന്ന ദിവസമുണ്ട്. നിന്നെ വെളിപ്പെടുത്തിക്കൊണ്ട് വരുന്ന ദിവസമുണ്ട്. അന്നേ അവർ നിന്റെ മുമ്പിൽ വീണ് നമസ്കരിക്കും. സ്തോത്രം. യോസഫിനെ കുറിച്ച് എന്താ പറഞ്ഞേ? അവന്റെ സ്നേഹിതന്മാരെല്ലാം, യോസഫിന്റെ സഹോദരന്മാരെല്ലാം അവനെ തള്ളി പറഞ്ഞു, അവനെ കുറ്റപ്പെടുത്തി. സ്തോത്രം. ഹല്ലേലൂയ. അവനെ വിറ്റുകളഞ്ഞു. ദർശനം പ്രാപിച്ചത് കൊണ്ട്, വെളിപ്പാട് കിട്ടിയത് കൊണ്ട്, ഒരു സ്വപ്നം കിട്ടിയത് കൊണ്ട് അവനെ തള്ളി പറഞ്ഞു. നിനക്ക് ലഭിച്ച ദർശന നിമിത്തം, നീ പറഞ്ഞ വെളിപ്പാട് നിമിത്തം, നീ പറഞ്ഞ ആലോചന നിമിത്തം നിന്നെ തള്ളിക്കളഞ്ഞെന്ന് പറയാം. നിനക്ക് ലഭിച്ച ഫേവർ നിമിത്തം, ദൈവം നിന്നോട് ഫേവർ കാണിച്ചത് കൊണ്ട്, ദൈവം നിന്നോട് കരുണ കാണിച്ചത് കൊണ്ട്, ഒരു പക്ഷേ മറ്റുള്ളവർ നിന്നെ തള്ളിക്കളഞ്ഞെന്ന് പറയാം. പക്ഷെ നീ ആരാണെന്ന് വെളിപ്പെട്ടു വരുന്ന ഒരു ദിവസമുണ്ട്. നിന്നെ ആരൊക്കെ തള്ളി പറഞ്ഞോ, ആരൊക്കെ തള്ളിക്കളഞ്ഞോ, അവർ നിന്റെ മുമ്പിൽ മുട്ടുമടക്കേണ്ട ദിവസമുണ്ട്. നിന്റെ കണ്ണാൽ നീ അത് കാണുമെന്ന്, നിന്റെ ചെവിയാൽ നീ അത് കേൾക്കുമെന്ന്. സ്തോത്രം. യോസഫിന് ദർശനം കൊടുത്തത് ദൈവമാണ്. സ്തോത്രം. യോസഫേ, നിന്റെ മുമ്പിൽ സഹോദരങ്ങൾ നമസ്കരിക്കുമെന്ന് പറഞ്ഞാൽ അവർ നമസ്കരിച്ചിരിക്കും. ദൈവം അവരെ കൊണ്ടുവന്ന് നമസ്കരിപ്പിച്ചിരിക്കും. നിന്നെ ആരൊക്കെ കുറ്റപ്പെടുത്തിയോ, പൊത്തിഫറിന്റെ ഭാര്യ പറയാ ഇവൻ കുറ്റക്കാരനാ. പക്ഷെ യോസഫ് അയോഗ്യമായി ഒന്നും ചെയ്തില്ല. അവൻ ദർശനത്തിന് വേണ്ടി നിന്നു, അവൻ വിശുദ്ധിക്ക് വേണ്ടി നിന്നു, അവൻ വേർപാടിന് വേണ്ടി നിന്നു, അവൻ ന്യായത്തിന് വേണ്ടി നിന്നു. ദൈവം അവനെ തള്ളിക്കളഞ്ഞില്ല കേട്ടോ. അല്ല, എല്ലാവരാലും ഒറ്റപ്പെട്ട സ്ഥാനത്ത് ദൈവം അവന് കൂട്ടിനുണ്ടായിരുന്നു. സ്തോത്രം. ഇങ്ങനെ വായിക്കുന്നത്, യോസഫ് ചെന്നിടത്തൊക്കെ യോസഫ് നിമിത്തം അനുഗ്രഹിക്കപ്പെട്ടു. ഓർപ്പിക്കട്ടെ, നീ കടന്നുചെല്ലുന്ന ഭവനം നീ നിമിത്തം അനുഗ്രഹിക്കപ്പെടട്ടെ. നീ കാലുകുത്തുന്ന ഭവനം നീ നിമിത്തം അനുഗ്രഹിക്കപ്പെടട്ടെ. ഹല്ലേലൂയ. നീ പ്രാർത്ഥിക്കുന്ന ഭവനം നീ നിമിത്തം അനുഗ്രഹിക്കപ്പെടട്ടെ. നീ പ്രാർത്ഥിക്കുന്ന വ്യക്തികൾ നീ നിമിത്തം വിടുവിക്കപ്പെടട്ടെ.
കൊള്ളക്കാരെന്നും കുറ്റക്കാരെന്നും നിന്നെ കുറിച്ച് അപവാദം പറയുമ്പോ, അപവാദി സകല അപവാദം നിനക്കെതിരെ പറയുമ്പോ നീ മൗനമായിരിക്ക. പൗലോസിനെ കുറ്റക്കാരനായിട്ട് അവർ വിധിച്ചിരിക്കുന്നു. കൊലപാതകിയായിട്ടായിരിക്കാം കണ്ടത്. നിന്റെ വാക്ക് കേൾക്കേണ്ടതിന് ഞങ്ങളെന്ന്. പക്ഷേ ഒരു സമയത്ത് അവർ വിചാരിച്ചു, ഇവൻ പറഞ്ഞിരുന്നത് അനുസരിച്ചിരുന്നെങ്കിൽ. താഴ്ത്ത് വായിച്ചു വരുമ്പോൾ അല്ലെങ്കിൽ നാം ഇങ്ങനെ വായിക്കുന്നത്, അതിന്റെ 13-ാം വാക്യം വായിക്കുമ്പോൾ, തെക്കൻ കാറ്റ് മന്ദമായി വീശുകൊണ്ട് താല്പര്യം സാധിച്ചു എന്ന് തോന്നി. അവർ അവിടെ നിന്ന് നങ്കുരമെടുത്ത് ക്രേത്താദ്വീപിന്റെ മറപറ്റി ഓടി. സാഹചര്യങ്ങളൊക്കെ അനുകൂലമായിരിക്കാം. ഇപ്പൊ കാണുന്ന സാഹചര്യം അനുസരിച്ച് നോക്കിയാൽ ഒരു കുഴപ്പമില്ലാതെ അങ്ങ് എത്താം. പക്ഷേ ഇത് മാറി ഒരു ഈശാനുമൂലം അടിച്ചു വരുന്നൊരു സമയമുണ്ട്. ഹല്ലേലൂയ. കപ്പലുടമസ്ഥനെ, മാലുമിയെ, ഇപ്പം നിങ്ങൾ കാണുന്ന ഈ സാഹചര്യം അങ്ങ് മാറും. നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാത്ത വിധത്തിൽ, അല്ലെങ്കിൽ നങ്കുരം ഇട്ടാൽ പോലും ഉറച്ചു നിൽക്കുവാൻ കഴിയാത്ത വിധത്തിൽ ഒരു ഈശാനമൂലം കടന്നു വരും. സ്തോത്രം. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കും പൗലോസ് ആരാണെന്ന്. അപ്പോൾ അവർ മനസ്സിലാക്കും നമ്മൾ ആരാണെന്ന്. ഹല്ലേലൂയ. സ്തോത്രം. താഴോട്ട് വായിച്ചു വരുമ്പോൾ നാം ഇങ്ങനെ വായിക്കുന്നു, സ്തോത്രം, നീ ഭയപ്പെട പൗലോസേ, നീ ഭയപ്പെടണ്ട. കപ്പലിനല്ലാതെ നിങ്ങൾ ആരുടെയും പ്രാണന് ഹാനി വരികയില്ല. 22-ാം വാക്യം. ധൈര്യത്തോടിരിക്കുവിൻ. പൗലോസ് പറയും, ധൈര്യത്തോടിരിക്കുവിൻ. കപ്പലിനല്ലാതെ, മുൻപ് ഞാൻ പറഞ്ഞു പ്രാണന് നഷ്ടം വരുമെന്ന്. പക്ഷേ ഞാനത് തിരുത്തി പറയുന്നു, ഇല്ല, പ്രാണന് നഷ്ടം വരത്തില്ല. കാരണം എന്താണെന്നറിയാമോ? ദൈവം ഇവരുടെ പ്രാണൻ എന്ത് ചെയ്തു? പൗലോസിന്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തു. എന്തിനാ? പൗലോസ് ആരാണെന്ന് വെളിപ്പെടുത്തി കൊടുക്കാൻ. താട്ട് വായിച്ചു വരും ഇങ്ങനെ കാണുന്നു. താൻ പറയുകയാണ്, എൻ്റെ ഉടയവനും ഞാൻ സേവിച്ചു വരുന്നവനുമായ യഹോവയുടെ ദൂതൻ കഴിഞ്ഞ രാത്രി വേള എൻ്റെ അടുക്കൽ വന്നു. ഇങ്ങനെയുള്ള അനുഭവം നമുക്കുണ്ടായിട്ടുണ്ടോ? സ്തോത്രം. തളർന്നിരിക്കുന്ന ദൈവവേദലേ, മനസ്സ് ക്ഷീണിച്ചിരിക്കുന്ന ദൈവവേദലേ, അടുത്ത നിമിഷം എന്താകുമെന്ന് ചിന്തിച്ചു ഭാരപ്പെടുന്ന ദൈവവേദലേ, മരണത്തെ മുഖാമുഖമായി കണ്ടുകൊണ്ട് ഒരുപക്ഷെ അല്ലെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലും അല്ലെങ്കിൽ നിനക്ക് വേണ്ടി ഒരു ഉദ്ധാരണം ഒരുക്കിക്കൊണ്ട് നിന്റെ ഉദ്ധാരണത്തിനായി, നിന്റെ വിടുതലായി, നിന്റെ രക്ഷയ്ക്കായി ദൈവം തന്റെ ദൂതനെ അയക്കുന്ന ദിവസങ്ങളായി ദിവസങ്ങൾ. ഇന്ന് പകൽ വേള ധൈര്യത്തോടെ പറയാതെ, എന്റെ പ്രതിസന്ധിയുടെ നടുവിൽ എന്നെ രക്ഷിപ്പാൻ ചാർജ് കൊടുത്ത് വിട്ടിരിക്കുന്ന ഒരു ദൂതനുണ്ട്. പറയുന്നു, ശ്രദ്ധിക്കുക, എൻ്റെ ഉടയവനും നമുക്കറിയാൻ കഴിയുമോ? യഹോവ എൻ്റെ ഉടയവനാണ്, ദൈവം എൻ്റെ ഉടയവനാണെന്ന്. ദാവീദ് പറഞ്ഞു, യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല, എൻ്റെ ആവശ്യങ്ങളൊന്നും മുടങ്ങിപ്പോകുകയില്ല. പൗലോസ് പറയുന്നു, എൻ്റെ ഉടയവനും ഞാൻ സേവിച്ചു വരുന്നവനുമായ യഹോവയുടെ ദൂതൻ കഴിഞ്ഞ രാത്രിയിൽ എൻ്റെ അടുക്കൽ വന്നു. പൗലോസേ, ഭയപ്പെടരുത്. സ്തോത്രം. നീ കൈസരുടെ മുമ്പിൽ നിൽക്കേണ്ടതാകുന്നു. നിന്നെയും, സ്തോത്രം, നിന്നോടൊപ്പമുള്ള യാത്രക്കാരെ യഹോവ നിനക്ക് ദാനം ചെയ്തിരിക്കുന്നു. മുൻപേ പറഞ്ഞത് എന്താ? സ്തോത്രം. കപ്പലുകാരോട് പറഞ്ഞു, അത് ഓടിക്കുന്നവരോട് പറഞ്ഞു, കപ്പലിന് മാത്രമല്ല പ്രാണന് നഷ്ടം വരുമെന്ന്. അതവർ കേട്ടില്ല. പക്ഷേ പൗലോസേ, നീ നിമിത്തം, നീ ആരാണെന്ന് ഇവർ അറിയത്തക്കവണ്ണം, നീ ആരാണ്, നിന്നെ കുറ്റം വിധിച്ചവർ, നിന്നെ തെറ്റുകാരെന്ന് പറഞ്ഞവൻ, നിന്നെ കുലപാതകി എന്ന് വിളിച്ചവർ, അവർ കാണത്തക്കവണ്ണം, നീ ആരാണെന്ന് കാണത്തക്കവണ്ണം അവരുടെ പ്രാണനെ കൂടെ ഞാൻ നിന്റെ കയ്യിൽ തന്നിരിക്കുക. സ്തോത്രം. അവരുടെ ഒരു പ്രാണനും ഛേദം വരികയില്ല. ധൈര്യത്തോടിരിപ്പീൻ. സ്തോത്രം. അല്ലെങ്കിൽ എന്നോട് അരുളി ചെയ്തതുപോലെ സംഭവിക്കുമെന്ന് ഞാൻ ദൈവത്തെ വിശ്വസിക്കുന്നു. ഓക്കെ, ദൈവത്തിലുള്ള തന്റെ വിശ്വാസം ഉറപ്പിക്കുക, മറ്റുള്ളവർ മുമ്പാകെ പ്രസ്താവിക്കുക. എന്താ പറയുന്നത്? എനിക്കുറപ്പുണ്ട്, ഞാൻ ദൈവത്തെ വിശ്വസിക്കുന്നു. ഇന്ന് പകൽ വേള എത്ര പേർക്ക് ദൈവത്തെ വിശ്വാസമുണ്ട്? നമ്മൾ അപ്പോഴൊന്ന് വിശ്വസിക്കുന്നത്, അന്നേരം അത് നടന്നാൽ വിശ്വസിക്കാം, അത് സംഭവിച്ചാൽ വിശ്വസിക്കാം. എൻ്റെ പ്രാർത്ഥന
ധൈര്യത്തോടെ പറ, എൻ്റെ ദൈവം ആരാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു, എൻ്റെ ദൈവത്തെ ഞാൻ വിശ്വസിക്കുന്നു. പൗലോസോട് പറയാൻ ശ്രദ്ധിക്കുക, പുരുഷന്മാരെ ധൈര്യത്തോടെ എന്നോട് അരുളി ചെയ്തതുപോലെ തന്നെ, അതിന് മാറ്റം വരില്ല, എന്നോട് അരുളി ചെയ്തതുപോലെ തന്നെ സംഭവിക്കും. ദൈവത്തെ ഞാൻ വിശ്വസിക്കുന്നു എന്ന് പകൽവേള ദൈവത്തോട് പറയാം. ദൈവമേ, അങ്ങേ ഞാൻ വിശ്വസിക്കുന്നു, അങ്ങേ ഞാൻ വിശ്വസിക്കുന്നു പറയാം. താഴോട്ട് വായിക്കുമ്പോൾ, തുടർന്ന ഭാഗം വായിക്കുമ്പോൾ അവിടെ സംഭവിച്ച കാര്യങ്ങളൊക്കെ നമുക്കറിയാം. സ്തോത്രം. മുമ്പോട്ട് പോകുന്ന സന്ദർഭത്തിൽ അല്ലെങ്കിൽ കപ്പൽ തകർന്നു, എല്ലാവരും മരിച്ചു പോകും, അല്ലെങ്കിൽ എല്ലാവരും വെള്ളത്തിൽ മുങ്ങി താഴുമെന്ന് വിചാരിച്ചു. പക്ഷെ അത് ഒറ്റ ജീവൻ പോലെ നാശം വരുത്താതെ മെരീത്ത എന്ന ദ്വീപിൽ അവർ ചെന്ന് വെച്ചു. അവിടെ ചെന്നപ്പോഴും പ്രശ്നം, എവിടെ ചെന്നാൽ ദൈവങ്ങളുടെ പ്രതിസന്ധിയുണ്ട്, എവിടെ ചെന്നാലും പ്രതിസന്ധി, ദൈവങ്ങളുടെ ജീവിതത്തിൽ പ്രതിസന്ധിയുണ്ട് ഇല്ലെന്ന് വിചാരിക്കരുത്. എവിടെ പോയാലും പ്രശ്നമില്ല. പക്ഷേ ഒരു പ്രത്യേകത, മറ്റുള്ളവരെക്കാൾ ഒരു പ്രത്യേകത, പ്രതിസന്ധിയോടുകൂടെ നീക്കുമോ പ്രശ്നങ്ങൾ കടന്നു വരുമ്പോ അതിലെന്താണെങ്കിൽ നീക്കുമോ വരുന്നവനാണ് നമ്മുടെ ദൈവം. നിനക്കെതിരെ കുറ്റം പറയുമ്പോൾ, നിനക്കെതിരെ വിധി എടുക്കുമ്പോൾ അല്ലല്ലേ അവർ തന്നെ പറയില്ല, നമ്മൾ പറഞ്ഞതുപോലെയല്ല. ഈവൻ അവിടെ അവിടെ ചെന്ന് പറ്റിയപ്പോൾ പറയാം, അവൻ അല്ല തീ കായുവാനായിട്ട് വിറക് പറക്കി തീയിലേക്ക് ഇടുന്ന സന്ദർഭത്തിൽ അതിൽ ഒളിച്ചിരുന്ന ഒരണലി പൗലോസിന്റെ കരത്തിൽ കയറി വിരലിൽ കൊത്തി തൂങ്ങിക്കിടക്കുക. എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുക, ഇപ്പൊ ചാകും. അവിടെ പറയുന്നൊരു ഭാഗം ഇങ്ങനെയുണ്ട്, അവൻ കടലിൽ നിന്ന് രക്ഷപ്പെട്ടിട്ട് നീതിദേവി അവനെ വിടുന്നില്ല, രക്ഷപ്പെടാൻ അനുവദിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അത്ര ക്രൂരനായ മനുഷ്യനാണ്, അത്ര കൊലപാതകയാണ്, നിഷ്ഠുരനാണവൻ. അതുകൊണ്ട് നോക്കിയോ, ഇപ്പൊ അവൻ ചത്തു വീഴും, വീർത്തു പൊട്ടി മരിക്കും. ഇതുപോലെ പലരും പറയുന്നത്, ഇപ്പൊ അവൻ വീഴും, ഇപ്പൊ അവൾ നശിക്കും, ഇനി അവൾ മുമ്പോട്ട് പോകത്തില്ല, ഇതുവരെ അല്ലെങ്കിൽ കണ്ടതുപോലെ അല്ല, ഇതുപോലെ നടന്നതുപോലെയല്ല. ഇപ്പൊ കാണാം നമുക്ക്. ശത്രു വെല്ലുവിളിക്കുമ്പോൾ, വെല്ലുവിളി ഉയർത്തുമ്പോൾ പറ ഇല്ല. ഏത് പ്രതിസന്ധി എന്റെ മേൽ വന്നാലും എന്നോട് വാക്ക് പറഞ്ഞ ദൈവം തന്നെ വാക്തത്വം നിവർത്തിക്കും. എന്നോട് ആലോചന പറഞ്ഞ ദൈവം ആലോചന നിവർത്തിക്കും. ഹല്ലേലൂയ. പൗലോസേ, നീ ചത്തു വീഴും, വീർത്തു പൊട്ടും, നീതിദേവി അവനെ രക്ഷപ്പെടാൻ അനുവദിക്കില്ലെന്ന് പറഞ്ഞു. പക്ഷേ അവര് തന്നെ പറഞ്ഞു, അല്ല, നമ്മൾ പറഞ്ഞതുപോലല്ല, ഇവനൊരു ദൈവത്തിന്റെ ദൂതനാണ്, ഇവനൊരു ദൈവത്തിന്റെ ദൂതനാ. ഹല്ലേലൂയ. ഇന്ന് പകൽവേള ദൈവത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഹല്ലേലൂയ, എന്നെ നിന്ദിക്കുന്നവരുടെ മുമ്പാകെ, എന്നെ പരിഹസിക്കുന്നവരുടെ മുമ്പാകെ, ഹല്ലേലൂയ, എന്നെ തള്ളിക്കളയുന്നവരുടെ മുമ്പാകെ, ഹല്ലേലൂയ, കഴിഞ്ഞ നാളുകളിൽ നന്മകൾ അനുഭവിച്ചവർ, വിടുതലുകൾ പ്രാപിച്ചവർ, ഹല്ലേലൂയ, അവർ ഇപ്പോൾ എനിക്കെതിരായി നിൽക്കുമ്പോൾ അവരുടെ മുമ്പിൽ ഞാൻ ആരാണെന്ന് ഒന്ന് വെളിപ്പെടുത്തി തരണമേ. അവരുടെ മുമ്പിൽ ഞാൻ ആരാണെന്ന്, അങ്ങാരാണെന്ന് എന്നെ കൂടെ വെളിപ്പെടുത്തി തരണമേ എന്ന് ദൈവത്തോട് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിപ്പാനിടയാകട്ടെ. ഹല്ലേലൂയ. ഈ പറഞ്ഞവരൊക്കെ അവനെ കുറിച്ച് തിരിച്ചു പറഞ്ഞു. നമ്മൾ പറഞ്ഞതുപോലെ അല്ല, നമുക്ക് തെറ്റുപറ്റി, അവന് തെറ്റുപറ്റിയിട്ടില്ല, നമുക്കാ തെറ്റുപറ്റിയത്. സ്തോത്രം. നമുക്കാ തെറ്റുപറ്റിയേ. അവനൊരു നീതിമാനായ മനുഷ്യനാണ്. സ്തോത്രം. അവനൊരു ദൈവപുരുഷനാ, അവനൊരു ദൈവത്തിന്റെ ദൂതനാ. സ്തോത്രം. അവിടെ നടന്ന കാര്യങ്ങൾ പിന്നെ നമ്മൾ താഴോട്ട് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ വാക്കുകൾ ചുരുക്കുകയാണ്. എന്ന് പകൽവേള നമ്മെ തന്നെ വിവരങ്ങൾ ഏൽപ്പിക്കാം. നമ്മളെ ചുറ്റും മറ്റുള്ളവർ അല്ലെങ്കിൽ നിന്ദകളും ആക്ഷേപങ്ങളുമായി വരുമ്പോൾ, സ്തോത്രം, അതിന് നടുവിൽ ധൈര്യത്തോടെ നിൽക്ക്. മറ്റൊരു കാര്യം കൂടെ ഒറ്റ വാക്കിൽ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. സ്തോത്രം. ദൈവം നമുക്ക് തരുന്ന മുന്നറിയിപ്പുകൾ നമ്മൾ തള്ളിക്കളയരുത്. ഇന്ന് പലരും മുന്നറിയിപ്പുകൾ തള്ളിക്കളഞ്ഞുകൊണ്ട് മുമ്പോട്ട് പോവുകയാണ്. സ്തോത്രം. സംഭവിക്കുന്നതൊക്കെ അവസാനം ഒരുപക്ഷെ പ്രാണൻ രക്ഷപ്പെട്ടെന്ന് വരാം, സകലവും നഷ്ടപ്പെട്ട് ഒന്നുമില്ലാത്ത അവസ്ഥയിലേക്ക് എത്തിച്ചേരാതിരിക്കണമെങ്കിൽ പകൽവേള ദൈവത്തിൽ നമുക്കൊരു തീരുമാനം എടുക്കാം. അതെ, ദൈവം പറയുന്ന മുന്നറിയിപ്പുകൾ ഞാൻ ഏറ്റെടുക്കും, ദൈവം പറയുന്ന ആലോചനകൾ ഞാൻ ഏറ്റെടുക്കും. സ്തോത്രം. മുന്നറിയിപ്പുകൾ ഏറ്റെടുക്കാൻ, വാണിങ്ങുകൾ ഏറ്റെടുക്കാൻ നമ്മൾ തയ്യാറായാൽ, ഹല്ലേലൂയ, സ്തോത്രം. എന്തിനാ ഇത് മുന്നമേ അറിയിക്കുന്നതെന്ന് അറിയാമോ? സ്തോത്രം. നമുക്ക് ദൈവം ഒരു രക്ഷാമാർഗം ഒരുക്കി വെച്ചിട്ടുണ്ട്, ഒരു വിടുതലിന്റെ പദ്ധതി ഒരുക്കി വെച്ചിട്ടുണ്ട്. അതിൽ ഹല്ലേലൂയ എന്ന തകർന്നു പോകാതെ ആ ദൈവിക വിടുതൽ കാണുവാൻ തക്കവണ്ണം, സ്തോത്രം, ഹല്ലേലൂയ, ദിവസങ്ങളിൽ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, പ്രതിസന്ധിയുടെ നടുവിൽ ഞാൻ തകർന്നു പോകാതെ, അല്ലെങ്കിൽ എന്നെ നിന്ദിച്ചവരുടെ മുമ്പാകെ, എന്നെ പരിഹസിച്ചവരുടെ മുമ്പാകെ, ഹല്ലേലൂയ, എന്നെ ഹല്ലേലൂയ ഇല്ലായ്മയാക്കി കളയാൻ നോക്കിയവരുടെ മുമ്പാകെ, ഹല്ലേലൂയ, ഞാൻ ആരാണെന്ന് വെളിപ്പെടുന്ന ഒരു ദിവസമുണ്ടെന്ന് എനിക്കറിയാം. ഈ ദിവസങ്ങൾ അതെൻ്റെ മുമ്പിൽ വെളിപ്പെട്ട് വരുവാൻ ദൈവമേ അവിടുന്ന് കൃപ ചെയ്യണമേ. ദൈവത്തോട് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം.
നമ്മുടെ തലകൾ ഒരു നിമിഷം അല്ലെങ്കിൽ വണക്കാമല്ലോ. ദൈവത്തോട് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. പൗലോസിനോട് പറഞ്ഞു, പൗലോസേ നീ ഭയപ്പെടേണ്ട, ഈ കാണുന്നതും ഈ കേൾക്കുന്നതും വെച്ചൊന്നും നീ ഭയപ്പെടേണ്ട, നിന്നോട് പറഞ്ഞത് ഞാനാ. നീ ഭയപ്പെടേണ്ടത് നിന്നോട് പറഞ്ഞത് ഞാനാ. ദൈവമക്കളെ, ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം. ദൈവമാണ് ആലോചന പറഞ്ഞതെങ്കിൽ, ദൈവമാണ് ഭയപ്പെടേണ്ടെന്ന് പറഞ്ഞെങ്കിൽ ഭയപ്പെടരുത്. ദൈവം ഒരു കാര്യം ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവത്തെ വിശ്വസിക്കുക. പൗലോസ് പറയുന്നു, ഞാൻ യഹോവയെ വിശ്വസിക്കുന്നു, എന്നോട് പറഞ്ഞ ദൈവത്തെ ഞാൻ വിശ്വസിക്കുന്നു. കഴിഞ്ഞ ദിവസം ഞാൻ ഓർപ്പിച്ചതാണ്, ഞാൻ ആരെ വിശ്വസിക്കുന്നു ഞാൻ അറിയുന്നു. അവൻ എൻ്റെ ഉപനിധി, അവൻ എൻ്റെ ഉപനിധി, ആ ദിവസം വരെ കാക്കുവാൻ ശക്തനെന്ന് അറിഞ്ഞിരിക്കുന്നു. ആ നല്ല അറിവ് നമുക്കുണ്ടാകട്ടെ, ആ നല്ല അറിവ് നമുക്ക് പ്രാപിപ്പാനിടയാകട്ടെ. മുന്നറിയിപ്പുകളെ അവഗണിക്കാതെ, അല്ലെങ്കിൽ കഷ്ടനഷ്ടങ്ങൾ നാമായിട്ട് വരുത്തി വയ്ക്കാതെ ഈ ദിവസങ്ങളിൽ കർത്താവിൻ്റെ ആലോചനയ്ക്ക് മുമ്പാകെ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. ശത്രു എന്ത് പറയുന്നു എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. ശത്രുവല്ല നമ്മുടെ ഭാവി നിർണ്ണയിക്കുന്നത്, ശത്രുവല്ല നമ്മുടെ ഭാവി നിർണ്ണയിക്കുന്നത്, ശത്രുവല്ല നമ്മുടെ ഭാവിയുടെ കാര്യം തീരുമാനിക്കുന്നത്. എന്റെ വിഷയത്തിന്മേൽ തീരുമാനം നടത്തി വരുത്തുന്നത് പിശാചല്ല, ശത്രുവല്ല. എന്റെ മേൽ കാര്യവിചാരകത്വം നടത്തുവാൻ അധികാരമുള്ള ഒരുവനേ ഉള്ളൂ, അത് ഞാൻ വിശ്വസിക്കുന്ന എന്റെ ദൈവമാ. എന്റെ ഭാവിയെ നിർണ്ണയിക്കുന്നത് എന്റെ ദൈവമാ. എന്റെ വിഷയങ്ങൾ കാര്യങ്ങൾ നടത്തി തരുന്നത് എന്റെ ദൈവമാണെന്ന് വിശ്വസിക്കുക. ആ ദൈവത്തിൽ നമുക്ക് ആശ്രയിക്കാം, നമ്മുടെ തലകളെ വണക്കാമെന്ന്. സ്തോത്രം. കഥാവിന്റെ മേശയിലെ ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. വളരെ പ്രാർത്ഥനയോടെ ദൈവത്തിന്റെ പാദപീഠത്തിലായിരിക്കാം. സ്തോത്രം. നമുക്ക് വേണ്ടി അനുഭവിച്ച കഷ്ടാനുഭവങ്ങളെ ഓർക്കുവാനിടയാകട്ടെ, നമുക്ക് വേണ്ടി അനുഭവിച്ച പീഡകളെ ഓർക്കുവാനിടയാകട്ടെ. സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ. നമ്മെ രക്ഷിപ്പാൻ ആരുമില്ലാതിരുന്നപ്പോൾ നമുക്ക് മറുവിലയായി ഹല്ലേലൂയ സ്തോത്രം കൊടുക്കുവാൻ ആരുമില്ലാതിരുന്നപ്പോൾ നമ്മിൽ നിന്നൊന്നും പ്രതീക്ഷിക്കാതെ സ്തോത്രം നമുക്ക് വേണ്ടി തന്നെ താൻ ഏൽപ്പിച്ചു കൊടുത്ത നമ്മുടെ കർത്താവിലേക്ക് നമുക്ക് നോക്കുവാനിടയാകട്ടെ. ആ ദൈവസ്നേഹത്തെ നമുക്കൊന്ന് ഓർക്കുവാനിടയാകട്ടെ. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പിശാചിന്റെ ഹല്ലേലൂയ കരങ്ങളിൽ സ്തോത്രം നമ്മെ പിശാച് ഒതുക്കി കളയുവാൻ ശ്രമിച്ചപ്പോൾ അതിൻ്റെ നടുവിൽ നിന്ന് പാതാളത്തിൽ നിന്ന് വിടുവിച്ച്, മരണത്തിൽ നിന്ന് വിടുവിച്ച് നിത്യജീവൻ നമുക്ക് ദാനമായി നൽകിയ, നമുക്ക് വേണ്ടി നമുക്ക് നിത്യജീവൻ നൽകുവാൻ നമുക്ക് വേണ്ടി യാഗമായി തീർന്ന നമ്മുടെ കർത്താവിലേക്ക് നമ്മുടെ കണ്ണുകൾ ഉയർത്തട്ടെ. പാതാളത്തിൻ്റെ ആടുകളായും മരണം നമ്മെ മേയിച്ചു കൊണ്ടിരുന്ന സ്ഥാനത്ത് നിത്യമരണത്തിൽ നിന്നും നിത്യനരകത്തിൽ നമ്മെ രക്ഷിപ്പാൻ നമ്മുടെ കർത്താവിന് പ്രസാദം തോന്നി. സ്തോത്രം. ആ ദൈവത്തിലേക്ക് നമ്മുടെ കണ്ണുകൾ ഉയർത്താം. ആ ദൈവത്തോട് നമുക്ക് നന്ദിയുള്ളവരായിരിക്കാം. കണ്ടാൽ ആളല്ല. പ്രവാചകൻ ദർശിക്കുമ്പോൾ, യെശയ്യാ പ്രവാചകൻ ദർശിക്കുമ്പോൾ ഇങ്ങനെയാണ് കർത്താവിനെ കുറിച്ച് പറയുന്നത്, അവനെ കണ്ടാൽ ആളല്ല എന്ന് തോന്നുവാൻ അവൻ വിരൂപനായി. നമ്മൾ വിരൂപമായി തീരേണ്ട സ്ഥാനം, നമ്മൾ തകർക്കപ്പെടേണ്ട സ്ഥാനം, നമ്മൾ പിച്ച് ചീന്തപ്പെടേണ്ട സ്ഥാനം, നമ്മൾ കുരിശ് ചുമക്കേണ്ട സ്ഥാനം, നമുക്കത് സഹിപ്പാൻ കഴിയുകയില്ല, നമുക്കത് വായിപ്പാൻ കഴിയുകയില്ല എന്ന് കണ്ട കർത്താവ് നമുക്ക് വേണ്ടി തന്നെ താൻ ഏൽപ്പിച്ചു കൊടുത്തു. അല്ലെങ്കിൽ പിതാവിന്റെ ഇഷ്ടം ചെയ്യുവാൻ കാണുന്നതിലേക്ക് വേഷത്തിൽ മനുഷ്യനായി അവതരിച്ച് അല്ലെങ്കിൽ നമ്മളോടൊപ്പം പാർത്ത് അല്ലെങ്കിൽ നമ്മിൽ ഒരുവനായി പാർത്ത് നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി തന്നെ താൻ ഏൽപ്പിച്ചു കൊടുത്തു. നമ്മുടെ പാപമെല്ലാം അവന്റെ ചുമലിലേറ്റി, ഹല്ലേലൂയ, അവന്റെ തലയിലേറ്റി. ഹല്ലേലൂയ, സ്തോത്രം. നാം കൈകൊണ്ട് ചെയ്ത പാപത്തിന് അവൻ കൈകളിൽ ആണിയടിക്കപ്പെട്ടു. കാലുകൊണ്ട് ചെയ്ത പാപ നിമിത്തം അവന്റെ കാലുകൾ ആണികൾ കേൾപ്പിച്ചു കൊടുത്തു. നമ്മുടെ ഹൃദയത്തിലുള്ള ചിന്താ പാപങ്ങൾ നിമിത്തം അല്ല നമ്മൾ തന്റെ കർത്താവിന്റെ വിലാപ്പുറം തകർക്കപ്പെട്ടു. സ്തോത്രം, സ്തോത്രം. അവന്റെ തലയിൽ മുൾക്കിരീടം തറയ്ക്കപ്പെട്ടു. സ്തോത്രം. കണ്ടാൽ ആളല്ലെന്ന് തോന്നുമാറ് അവൻ വിരൂപനായി തീർന്നു. രക്തം മുഴുവൻ നമുക്ക് വേണ്ടി ഒഴുകുന്നു. ആ കർത്താവിലേക്ക് നമുക്ക് നോക്കാം. സ്തോത്രം, 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 സ്തോത്രം. നമുക്കെല്ലാവർക്കും ദിവസത്തിൽ എഴുന്നേറ്റ് നിൽക്കാം. കർത്താവിന്റെ മേശ ശുശ്രൂഷിക്കുന്ന പ്രിയപ്രദമായി മുൻപോട്ട് കിടന്നു.